ഡോക്ടർ KP നജ്മുദ്ദീൻ എന്ന എൻ്റെ വളരെ ആത്മാർത്ഥ സുഹൃത്തിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ഒരുപാട് നിറങ്ങളിലും ഒരുപാട് എന്താ പറയുക രൂപങ്ങളിലുമുള്ള പൂന്തോട്ടങ്ങൾ കൊണ്ട് തൻ്റെ ജീവിതത്തെ എപ്പോഴും രസകരമാക്കി മാറ്റുന്ന ഒരാളാണ് ഡോക്ടർ KP നജ്മുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് സമ്പൂർണ്ണ പ്രേമായനം. ഇത് മുഴുവൻ പ്രണയമാണ്. ഇതിൽ നമ്മൾ എങ്ങനെ മറിച്ച് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ പ്രണയത്തെ പറ്റിയിട്ട് പ്രണയത്തിൻ്റെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചത്, ഡോക്ടർ നിങ്ങൾ യഥാർത്ഥത്തിൽ ഡോക്ടറേറ്റ് എടുത്തത് പ്രേമത്തിലാണോ എന്നുള്ളതാണ്. കാരണം അത്രമാത്രം പ്രണയത്തിൻ്റെ 360 ഡിഗ്രിയിൽ മൊത്തത്തിൽ കവർ ചെയ്തൊരു പുസ്തകമാണിത്. ഇതേ മനുഷ്യനാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് ഷമീർ സാർ കോട്ട് ചെയ്തിട്ടുള്ള ഉയരെ ഉയരാം എന്ന് പറയുന്നൊരു പുസ്തകം. അതാണെങ്കിൽ നമ്മൾ വായിച്ചങ്ങോട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സിനിമയിൽ ജഗതി ഇങ്ങനെ എഴുന്നേക്കുന്നില്ലേ ചാർജ് ആയിട്ട്, അതുപോലെ നമ്മളിങ്ങനെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ചാർജിൽ അങ്ങോട്ട് ചാടി എഴുന്നേക്കുന്ന വേറൊരു ഐറ്റം. ഇനി ഇതേ മനുഷ്യൻ തന്നെ സംരംഭകരെ ഇതിലെന്ന് പറയുന്ന പോലെ ലോകത്ത് വിജയിച്ച സംരംഭകരും ആ മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള നാൾ വഴികളെ കുറിച്ച് ഭംഗിയായിട്ട് എഴുതി ഇനിയിപ്പോൾ അടുത്ത് DC ബുക്സ് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു പുസ്തകം, ലോകത്തെ മാറ്റിമറിച്ച മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് മാതൃഭൂമി ബുക്സ് ആണ്. അതായത് മലയാളത്തിൻ്റെ മുൻനിര പ്രസാധകർ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഈ ഒരു വർഷം മാത്രം 5 പുസ്തകങ്ങളാണ് ഈ മനുഷ്യൻ്റെതായിട്ട് പുറത്തിറങ്ങാൻ പോകുന്നത്. അതൊരു അച്ചീവ്മെൻ്റ് ആണെങ്കിൽ ഒരു കയ്യടി കൊടുക്കാൻ ഞാൻ പറയുന്നതിന് മുമ്പ് കൊടുത്തു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇവിടെ അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഒരു സർവ്വതല സ്പർശിയായിട്ടാണ്. അതായത് അദ്ദേഹത്തോട് നിങ്ങൾക്ക് എന്തൊക്കെക്കുറിച്ച് ചോദിക്കാം? ജീവിതത്തെക്കുറിച്ച് ചോദിക്കാം, തൊഴിലിനെ കുറിച്ച് ചോദിക്കാം, കുടുംബത്തെക്കുറിച്ച് ചോദിക്കാം, പ്രണയത്തെക്കുറിച്ച് ചോദിക്കാം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ ഷമീർ സാറ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വളരെ തിരക്കുള്ള പല കോളേജുകളിലായിട്ട് പരിപാടി അവതരിപ്പിക്കുന്ന നമ്മളോടൊക്കെയുള്ള ആത്മബന്ധം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു ക്ഷണമെടുത്ത് ഈ സമയം കണ്ടെത്തി ഇവിടെ വന്നത്. അപ്പോൾ ആ വന്നത് നല്ലതായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നലെപ്പോഴാ? ഇന്ററാക്ഷൻ ഉണ്ടാവും. ഇന്ററാക്ഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നല്ല ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് വേണം അല്ലേ? 2015 എൻ്റെ രണ്ടാമത്തെ പുസ്തകം ഇറങ്ങുന്നത്. പുസ്തകത്തിൻ്റെ പേര് മഴവീട് എന്നായിരുന്നു. മഴവീട് അതും ചെറുകഥാ സമാഹാരമായിരുന്നു. ഈ മഴവീടിന് കിട്ടിയ ഒരു റിസപ്ഷൻ, 1000 കോപ്പികൾ അടച്ചിട്ട് 1000 കോപ്പിയും ഒരു മാസത്തിൽ താഴെ സമയം കൊണ്ട് ഫുള്ള് വിറ്റ് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എനിക്ക് പ്രചോദനം ഉണ്ടായി. ഇന്നത്തെ എഴുത്തുകാരൊക്കെ എന്താ ചിന്തിക്കുക? അതിൻ്റെ അടുത്ത പതിപ്പ് ഇറക്കാമെന്ന് ചിന്തിക്കുക. പക്ഷെ എൻ്റെ മനസ്സന്ന് പോയത് അടുത്ത പുസ്തകം വേഗം ഇറക്കണം. അപ്പം അങ്ങനെ ആ വർഷം 2 പുസ്തകം കൂടി പുറത്തിറങ്ങി. അതിലൊന്ന് തുള്ളിക്കുരുകുടം തമാശകൾ എന്നൊരു പുസ്തകമായിരുന്നു ഞാൻ പുറത്തിറക്കിയത്. അത് കഴിഞ്ഞ് എൻ്റെ PhD ഭാഗമായിട്ട് എൻ്റെ ഗൈഡ് പറഞ്ഞു, നീ ഒരു ബുക്ക് എഴുതണം എന്ന് പറഞ്ഞിട്ട് ഞാനും സാറും കൂടി ചേർന്നിട്ട് ദ ഗ്ലിംസസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ടുവേർഡ്സ് 2020 എന്നൊരു പുസ്തകം ഇറക്കി. അങ്ങനെ ആ ഒറ്റ വർഷം തന്നെ 3 പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ട് അവിടെ അങ്ങോട്ട് നിന്നതായിരുന്നു. അവിടെ അങ്ങനെ നിന്നുപോയി. നമ്മളിങ്ങനെ പറയും ഞാൻ ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുത്തുകാരനാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ കാര്യമായൊരു വളർച്ച എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എവിടെയും പറയാറുണ്ടായിരുന്നില്ല, ഞാൻ എഴുത്തുകാരനെന്നുള്ള കാര്യം ഞാൻ എവിടെയും പറയാറുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഷമീർ സാർ അടക്കമുള്ള ആൾക്കാർ എന്നോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പറയുമ്പോൾ നിങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങളൊരു എഴുത്തുകാരെന്ന് കൂടി പറയണം, എന്നാലേ അതിനൊരു ഫിനിഷിംഗ് ഉള്ളൂ, ഒരു കംപ്ലീറ്റ്നെസ് വരുള്ളൂ, അത് നല്ലൊരു ക്വാളിറ്റിയാണ്, എല്ലാവർക്കും പറ്റുന്ന സംഭവം, നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എല്ലായിടത്തും ഞാൻ പോകുമ്പോൾ ഞാൻ ചെറുതായിട്ട് ഞാനൊരു എഴുത്തുകാരനെ കൂടിയാണ് എന്ന് പറയാൻ തുടങ്ങി. ഒരു 3 വർഷം മുമ്പ് ഞാനിങ്ങനെ എനിക്കെൻ്റെ ലൈഫിലുണ്ടായ സംഭവം 2021 തോന്നും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KLF എന്ന് പറയും, DC ബുക്സ് നടത്തുന്ന KLF, ഇവിടെ ഒരുപാട് കുട്ടികൾ പോകാറുള്ളതാണ്. അതിൽ ഞാൻ പങ്കെടുക്കാൻ വേണ്ടി പോയി. ഞാൻ ഓഡിയൻസിനെ കൂടുതൽ ഞാൻ നിന്നിട്ട് ഇങ്ങനെ എല്ലാ സെഷൻസും ശ്രദ്ധിക്കുകയാണ്. മിക്കവാറും എല്ലാ സെഷൻസിലുള്ളത് നിങ്ങളുടെയൊക്കെ പ്രായമുള്ള കുട്ടികളാണ്, വളരെ ചെറുപ്പക്കാരിൽ. എൻ്റെ പകുതി വയസ്സ് പോലും പ്രായമില്ലാത്ത കുട്ടികളാണ്. ഓരോ പുസ്തകങ്ങളൊക്കെ എഴുതി അത് ബെസ്റ്റ് സെല്ലറായി നല്ല റീച്ച് കിട്ടിയിട്ട് അവർ സെലിബ്രിറ്റികളായിട്ട് ആ സ്റ്റേജിലിരിക്കുന്നത്. അവരിങ്ങനെ സ്റ്റേജിലിങ്ങനെ ഇരിക്കുന്നു, വലിയ വലിയ ആൾക്കാർ അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അവരിങ്ങനെ മറുപടി കൊടുക്കുന്നു, അവരെ കേൾക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ആ സദസ്സിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞാൻ അതിൽ ഒന്നുമല്ലാത്തൊരു തെരിയായിട്ട് എന്താണ് ആ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് വെറുതെ അവിടെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഈഗോയിൽ 2 തരം ഈഗോ ഉണ്ട്. നെഗറ്റീവ് ഈഗോ ഉണ്ട്, പോസിറ്റീവ് ഈഗോ ഉണ്ട്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഈഗോൻ്റെ മൈൻഡ് പോകണമെന്ന് വെച്ചാൽ എൻ്റെ പകുതി വയസ്സില്ലാത്ത പിള്ളേരാണ് സ്റ്റേജിൽ കയറി ഇങ്ങനെ വല്ല സെലിബ്രിറ്റികളായിട്ട് ഇരിക്കുന്നത്, എനിക്ക് എന്തിൻ്റെ കുറവാണ്?
എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട്, വായിച്ചുള്ള അറിവുണ്ട്, എഴുതാനുള്ള കോണ്ടന്റ് കുറെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ കുട്ടികൾ സ്റ്റേജിൽ ഇരിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ഓഡിയൻസിൽ ഒരാളായിട്ട് 1000-ൽ ഒരുവനായിട്ട് ഇവിടെ ഞാൻ ഈ കൂട്ടത്തിൽ നിൽക്കുന്നു, ആൾക്കൂട്ടത്തിൽ ഒരാളായി നിൽക്കുന്നു, എനിക്കും ആ വേദിയിൽ കയറി ഇരിക്കാനുള്ള യോഗ്യത ഇല്ലേ എന്ന് ചിന്തിക്കുകയാണ്. എന്തു വേണം, എവിടെയാണ് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചെന്ന് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കുട്ടികൾക്ക് എഴുതാനുള്ള കഴിവുണ്ട്, അവർ എഴുതി, അവരത് എഴുതി, അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു, അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അംഗീകാരം കിട്ടി, ആ പുസ്തകങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു, വായിക്കപ്പെട്ടു, അവരെ സ്റ്റഫുള്ള ആൾക്കാരെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സംഘാടകർ അവരെ വിളിച്ച് സ്റ്റേജിൽ ഇരുത്തുകയാണ്. ഇതൊന്നുമില്ലാതെ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത് വലിയ കാര്യമുണ്ടോ? എന്നെ ആരെങ്കിലും അംഗീകരിക്കുമോ? അല്ലേ? നിങ്ങളൊരു യൂട്യൂബറാണെന്ന് വിചാരിക്കുക. യൂട്യൂബറാണ് നിങ്ങൾ അറിയപ്പെടണമെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന്റെ മീറ്റിംഗിലേക്ക് നിങ്ങളെ വിളിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ സ്ഥിരമായിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളാവണ്ടേ? ജീവിതത്തിൽ എന്നോ ഒരിക്കൽ നിങ്ങൾ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടു, അത് മാത്രം നിങ്ങൾ ചെയ്തിട്ടുള്ളൂ, അതാണെങ്കിൽ ആകെ 4 പേരെ കണ്ടുള്ളൂ. പക്ഷെ നിങ്ങൾ പറയും ഞാൻ യൂട്യൂബറാണെന്ന്, വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. അപ്പൊ സ്ഥിരമായി എന്ത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയിക്കുക. അപ്പോൾ അന്ന് ചിന്തിക്കുകയാണ്, എനിക്കും ഒരു ദിവസം ഞാൻ ഇതുപോലൊരു വേദിയിൽ ഞാൻ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കും. ഇന്ന് ഈ കുട്ടികളുടെ അടുത്തൊക്കെ വന്നിട്ട് ആളുകൾ അവരുടെ പുസ്തകത്തിന്റെ കോപ്പികളുമായി വന്ന് ഓട്ടോഗ്രാഫ് വാങ്ങി പോകുന്ന പോലെ നാളെ എൻ്റെ അടുത്തും വന്നിട്ട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഓട്ടോഗ്രാഫ് വാങ്ങി പോകും എന്നൊക്കെ ഞാൻ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ഇനി ഞാനൊരു KLF-ന് വരുന്നുണ്ടെങ്കിൽ, ഇനി ഞാനൊരു KLF-ൽ പങ്കെടുക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഗസ്റ്റായിട്ട് മാത്രമേ വരികയുള്ളൂ എന്ന് ഞാൻ ഉറപ്പുവരുത്തുകയാണ്. ആ വേദിയിലിരിക്കുന്ന ഗസ്റ്റായിട്ട് മാത്രമേ വരുള്ളൂ എന്ന്. ഓക്കെ, അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ എഴുതണം, എന്തിനെ കുറിച്ച് എഴുതും? എനിക്ക് ഏറ്റവും പാഠവും കഴിവുമുള്ള ഒരു മേഖല നോക്കുമ്പോൾ ഞാൻ പഠിച്ചത് MBA ആണ്. BA എക്കണോമിക്സ് ആയിരുന്നു, MBA ആണ് പഠിച്ചത്. മാനേജ്മെന്റിലും ബിസിനസ്സിലും തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, PhD എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മേഖല, അത് ഞാൻ മാത്രമേ ഒരു ഓൺട്രപ്രണർ കൂടിയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് ബിസിനസ് മേഖലയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. അത് പക്ഷേ ഒരുപാട് പ്ലേയേഴ്സ് ഇല്ല, അവിടെ ഒരുപാട് പ്ലേയേഴ്സ് അങ്ങനെ ഇല്ല. അപ്പോൾ അവിടെ എനിക്ക് അറിയാവുന്ന ബിസിനസ് തന്ത്രങ്ങളും സംഭവങ്ങളും, ഞാനൊരു കൺസൾട്ടൻ്റ് കൂടി ആയതുകൊണ്ട് ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങളും ഇതൊക്കെ ഒരു പുസ്തകമാക്കിയൊക്കെ എഴുതാന്നുള്ള രീതിയിൽ ഞാൻ അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അന്നെനിക്ക് നല്ല ഓർമ്മയുണ്ട്, KLF കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിന്ന് വരുന്ന സമയത്ത് ട്രെയിനിൽ ഇതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത്, ഓക്കെ ശരി, ഞാൻ ഇന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ എഴുതിയിരിക്കുന്നു, തീരുമാനിക്കുന്നു, ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങുകയാണ്. എഴുതി ഇപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ അന്ന് ഞാനൊരു നെയ്യത്ത് വെക്കുകയാണ്, 2025 എൻ്റെ ടാർഗറ്റ് വർഷം. ആ ഒരു വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആവുന്ന ഒരു വർഷമായിരിക്കും. എൻ്റെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇറങ്ങുന്നൊരു വർഷം 2025 ആയിരിക്കും. 2025 അവസാനിക്കുന്ന സമയത്ത് നജമുദ്ദീൻ ഒരു അറിയപ്പെടുന്ന ഒരു നോട്ടബിൾ റൈറ്റർ എന്നുള്ള പേരോട് കൂടിയിട്ടായിരിക്കും ഈ ഭൂമി വിട്ട് പോവുക എന്ന് അന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ പിന്നെ ഫുൾ പ്ലാനിങ് ചെയ്തു. ആദ്യം ഞാൻ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സംരംഭകരെ ഇതിലേ എന്നുള്ള പേരിൽ ഒരു കോളം എഴുതാൻ തുടങ്ങി. ഞാനിങ്ങനെ ഈ എൻ്റെ ഒരു ബ്ലോഗ് പേജിൽ, ഫേസ്ബുക്ക് പേജിൽ ഞാനിങ്ങനെ സംരംഭകർക്ക് ഉപകാരപ്പെടുന്ന കുറേ സംഭവങ്ങൾ, എങ്ങനെ ഒരു ബിസിനസ് ഐഡിയ കൊണ്ടുവരാം, ആ ഐഡിയ വർക്കൗട്ട് ചെയ്യുമോ എന്ന് എങ്ങനെ നോക്കാം, ആ ബിസിനസ് എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ബ്ലോഗ് ആർട്ടിക്കിൾ പോലെ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. അത് 2 രീതിയിൽ ഉപകാരപ്പെട്ടു. അത് എനിക്ക് എൻ്റെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ പറ്റി. മാത്രമല്ല ഒരുപാട് പേര് ഇത് വായിച്ചിട്ട് എൻ്റെ ക്ലയൻ്റായിട്ട് മാറുകയുണ്ടായി. എൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ട് നോക്കി ഇയാൾക്ക് എന്തോ കുറേ കാര്യങ്ങൾ അറിയാം എന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ ക്ലയൻ്റായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മെച്ചപ്പെട്ടു. കുറേ അങ്ങോട്ട് ആയപ്പോൾ എന്ത് ചെയ്തു, ഏകദേശം ഒരു 50 ലേഖനങ്ങളായപ്പോൾ എന്ത് ചെയ്തു, എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് DC ബുക്സിലേക്ക് അയച്ചു കൊടുത്തു. DC ബുക്സ് അത് വായിച്ചിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ DC ബുക്സിന് ഒരു മെസ്സേജ് വന്നു, താങ്കളുടെ പുസ്തകം ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരികയാണ്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അത് പിന്നെ ഒരു വഴിത്തിരിവായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാധ്യമം പത്രത്തിൽപ്പെട്ട ഒരാളുമായി ഞാനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മാധ്യമം പത്രത്തിൽപ്പെട്ട ഒരാളുമായിട്ട്. ആ പത്രത്തിലേക്ക് എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ, ഒരു ലേഖനമോ മറ്റോ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാളെന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സാറിൻ്റെ പേര് അൻസാർ എന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാനിപ്പോൾ എന്താ തരിക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചാൽ സംരംഭകരെ ഇതിലേ എന്നുള്ള ബുക്കിൽ വന്ന സംഭവങ്ങളൊക്കെ തന്നെ മാധ്യമം പത്രത്തിലോ മറ്റോ വരുന്ന പോലെ ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ പറഞ്ഞു, സാർ ഇതൊക്കെ ഒരുപാട് വലിയ ലേഖനങ്ങളല്ലേ, ഇതൊന്നും നമുക്ക് പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല, ഇതൊക്കെ വേണമെങ്കിൽ മാസികയിലൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. സാർ ചെറിയ സംഭവങ്ങൾ എന്തെങ്കിലും തരാൻ പറ്റുമോ സാർ എന്ന് ചോദിച്ചു എന്നോട്. ചെറിയ ഒരു 2-3 പാരഗ്രാഫ് ഉണ്ടായിരിക്കാൻ പാടുള്ളൂ, പക്ഷെ അത് വായിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണം, നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയ ഒരു ഫീൽ ഉണ്ടാവും വേണം, അങ്ങനെ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കും, അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് RPM മാളിൻ്റെ മോളിൽ നിന്നാണ് സംസാരിക്കുന്നത്, അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് സംസാരിക്കാം. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, സാറിന് PhD ഏത് മേഖലയിലാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മാർക്കറ്റിങ്ങിലാണെന്ന് പറഞ്ഞു. MBA മാർക്കറ്റിങ്ങിന്. അപ്പോൾ എന്താ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം സാർ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ഇങ്ങനെ അന്വേഷിച്ച് ഞാനൊരു റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് തോന്നി, പല ഫേമസ് ആയിട്ടുള്ള വേൾഡ് ഫേമസ് കമ്പനികൾ, ഒരുപാട് കമ്പനികളുണ്ട്. ഈ കമ്പനികളൊക്കെ ചെയ്ത് വിജയിച്ച എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് തന്ത്രം
നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ അങ്ങനത്തെ തന്ത്രങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ചെറിയൊരു ലേഖനങ്ങളായിട്ട് എഴുതാം എന്ന് ഞാൻ ചിന്തിച്ചു. അത് ഞാൻ വെറുതെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് എഴുതി പോവില്ല, ഒരു ചെറിയൊരു സ്റ്റോറി പോലെയാണ് ഞാനത് എഴുതിയത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു മത്സരം നടക്കുകയാണ്, കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. ഒരാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീട്ടുകൊട്ടാരല്ലേ, ചീട്ട് കൊണ്ട് നമുക്ക് ബിൽഡിംഗ് പോലെ പണിയില്ലേ, ഇങ്ങനെ മേലേക്ക് മേലെ ചീട്ടുകൊട്ടാരം, അങ്ങനെ ചീട്ടുകൊട്ടാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിൻ്റെ മുകളിൽ ചീട്ട് വെച്ച്, ഒന്നിൻ്റെ മുകളിൽ ചീട്ട് വെച്ച്, ഒന്നിൻ്റെ മുകളിൽ ചീട്ട് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അയാൾ അവസാനത്തെ കാർഡും എടുത്തു വെച്ചപ്പോൾ എല്ലാവരും കൂട്ടമായി കൈയടിക്കാൻ തുടങ്ങി. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ചീട്ടുകൊട്ടാരമാണ് അയാൾ അപ്പോൾ ആ നിമിഷം ഉണ്ടാക്കിയത്. അപ്പോൾ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൻ്റെ ആൾക്കാർ ഓടി വന്നിട്ട് അയാൾക്ക് കൈ കൊടുത്തു, അയാൾക്ക് അവിടെ തന്നെ റെക്കഗ്നീഷൻ കൊടുത്തു. അത് വലിയ സംഭവമായി മാറി, പത്രങ്ങളൊക്കെ വലിയ വാർത്തയായി. പക്ഷേ അവിടെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇലക്ട്രോളക്സ് നേരിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇലക്ട്രോളക്സ് എന്താണ്? എന്ത് കമ്പനിയാണ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ? എന്ത് കമ്പനിയാണ്? കറക്റ്റാണ്, പറഞ്ഞോ. ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇലക്ട്രോളക്സ്. അവരാദ്യമായിട്ട് നമ്മൾ ഏതൊരു വാഷിംഗ് മെഷീൻ ഓണാക്കിയാൽ എന്ത് സംഭവിക്കും? ഒരു ചെറിയൊരു കുലുക്കവും വിറയലൊക്കെ ഉണ്ടാവില്ലേ, ഒരു മുരളൊക്കെ ഉണ്ടാവില്ലേ? അവർ ലോകത്ത് ആദ്യമായിട്ട് ഈ കുലുക്കം ഉണ്ടാവില്ല, മുരലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, വളരെ സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ അവർ കണ്ടുപിടിച്ചു. ആ വാഷിംഗ് മെഷീൻ ജനങ്ങളിലേക്ക് എത്തിക്കണം, പബ്ലിസിറ്റി കൊടുക്കണ്ടേ? അതിനൊരു കണ്ട ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? ഇത് തീരെ ഷേക്ക് ആവില്ല, ഒരു വിറയിലും ഉണ്ടാവില്ല, വളരെ സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തു. ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഇതിൽ എന്താ പറയുക, ഈ ചീട്ടുകൊട്ടാരം നിർമ്മിക്കുന്ന ആളുണ്ട്, കാർഡ് ഗെയിം പ്ലെയറിന്, അയാളെ വിളിച്ചു കൊടുത്തിട്ട് അയാളെ കൊണ്ട് എന്ത് ചെയ്തു, ഈ ഇലക്ട്രോണിക്സിന്റെ വാഷിംഗ് മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ മുകളിലാണ് ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ചീട്ടുകൊട്ടാരം കെട്ടിപ്പണിതത്. പക്ഷെ അത് തെളിയിക്കുകയാണ്, ജനങ്ങൾക്ക് തെളിയിക്കുകയാണ്, നിങ്ങളുടെ മുകളിൽ ചീട്ടുകൊട്ടാരം ഉണ്ടാക്കി കഴിഞ്ഞാലും അത് ഞങ്ങളുടെ ഈ വിറയിലോണ്ട് എന്തെങ്കിലും അത് പൊളിഞ്ഞ് വീടില്ല എന്ന രീതിയിൽ. ഇതുപോലുള്ള കഥകളൊക്കെ കൂടി വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 1-2 ആർട്ടിക്കിൾ അയച്ചു കൊടുത്തു. അത് ഭയങ്കരമായിട്ട് കയറി അങ്ങോട്ട് കൊളുത്തി. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അന്ന് വരെ ഡോക്ടർ നജമുദ്ദീൻ എന്ന പേര് കേട്ടിട്ടില്ലാത്ത കുറേ ആൾക്കാർ വരെ ഈ പേര് ശ്രദ്ധിക്കാനും എൻ്റെ നമ്പർ അവിടേക്ക് വിളിച്ചിട്ട് വിളിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ നമ്മൾ കബീർ സാറിനൊക്കെ അറിയാം, ഇവരൊക്കെ സ്ഥിരമായിട്ട് അതിൻ്റെ ഒരു ഫോളോവേഴ്സ് ആയിരുന്നു. ഒരുപാട് പേര് വായിക്കാൻ തുടങ്ങി. ഒരു പകുതി ഇങ്ങനെ ആയപ്പോൾ ഞാൻ ഓക്കെ ശരി കുഴപ്പമില്ലാത്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു ഈഗോ ക്ലാഷ്, ഞാൻ നേരത്തെ പറഞ്ഞ അൻസാർ സാറും മാധ്യമം പത്രത്തിൻ്റെ മാനേജ്മെന്റ് തമ്മിൽ എന്തോ ഒരു ഈഗോ ക്ലാഷിൻ്റെ പുറത്ത് അവർ എന്ത് ചെയ്തു, ഇതിൻ്റെ പ്രസിദ്ധീകരണം ആ സാറ് തുടങ്ങിയ വെച്ച എല്ലാ സംഭവം നിർത്തി കളഞ്ഞു. അപ്പോൾ എൻ്റെ ആർട്ടിക്കിളിൻ്റെ പ്രസിദ്ധീകരണം നിർത്തി. പക്ഷെ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് എന്താ വെച്ചാൽ, ആ ആർട്ടിക്കിൾ വരൽ നിർത്തിയ സമയം തൊട്ടിട്ട് എനിക്കും കുറേ കോൾ വന്നു തുടങ്ങി. എന്താ ആർട്ടിക്കിൾ വരാത്തത്, എന്താ ആ കോളം പേപ്പറിൽ വരാത്തതെന്ന് ചോദിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ആ പത്രത്തിൻ്റെ ഓഫീസിലേക്കും കുറേ കോൾ പോയി എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ട് ഇതുപോലെ വേറൊരാൾ എന്നെ വിളിച്ച് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് പത്രക്കാരെ കാത്തിരിക്കുന്നത്? ഇത് പഴയ കാലം ഒന്നുമല്ലല്ലോ, ഇത് പുതിയ കാലമല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, ഒരുപാട് പുതിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങൾ പത്രക്കാരെ അവതരം കാത്തിക്കണ്ട, നിങ്ങൾക്ക് ആ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോ മറ്റോ പോസ്റ്റ് ചെയ്തൂടെ, അല്ലേ? ഞങ്ങൾക്കൊക്കെ വായിക്കാൻ താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് വായിക്കാൻ റെഡിയാണ് സാർ, അതൊന്ന് ചെയ്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സാറ് പറഞ്ഞ പോലെ 25-ാമത്തെ ലക്കം മുതൽ പിന്നെ അധ്യായം മുതൽ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ മാത്രം ഞാൻ അതിൻ്റെ ഇതുപോലുള്ള കഥകൾ, സ്റ്റോറീസ്, അതായത് ലോകത്തെ അമ്പരപ്പിച്ച മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, മാർക്കറ്റിംഗ് മാജിക് എന്നൊരു ടൈറ്റിലും കൊടുത്തിട്ട് അങ്ങനെ അത് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ഒരുപാട് പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരെ ആൾക്കാർ വിളിച്ചുകൊണ്ട്, സാർ ഞാനൊരു MBA കോളേജിലെ പ്രൊഫസറാണ്, മാർക്കറ്റിംഗാണ് ഞാൻ പഠിപ്പിക്കുന്നത്, സാറിൻ്റെ ആ ഫീച്ചേഴ്സ് ഞാനിപ്പോൾ വായിക്കാറുണ്ട്, എൻ്റെ കുട്ടികൾക്ക് ഞാൻ എക്സാമ്പിളായിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, നല്ല സംഭവമാണ് സാർ, അത് സാർ കാര്യം തന്നെ സാർ ഒരു ബുക്കാക്കി ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ അതിൻ്റെ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് ഞാൻ അതൊക്കെ കൂടി കമ്പൈൽ ചെയ്തൊരു ബുക്കാക്കി ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നേരെ മാതൃഭൂമിയിലേക്ക് അയക്കുകയാണ്. മാതൃഭൂമി ബുക്സിലേക്ക് ഞാൻ അയക്കുകയാണ്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ പിന്നെയും കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരുന്നു. ഒരാഴ്ച അയച്ചപ്പോൾ എൻ്റെ മാതൃഭൂമിയിൽ നിന്ന് നൗഷാദ് ഖാൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എഡിറ്റർ എന്നെ വിളിച്ച് പറയുകയാണ്, നജുമോ അത് കൊള്ളാട്ടോ, നമുക്കത് പ്രസിദ്ധീകരിക്കാം, അത് ഓക്കെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ കേരളത്തിലെ 2 പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങൾ നമ്മുടെ പേരിൽ വരികയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് സംരംഭക രീതിയിലെ DC ബുക്സ്, ഒന്ന് മാർക്കറ്റിംഗ് മാജിക് നമ്മുടെ മാതൃഭൂമി ബുക്സ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു. ഏതൊരു എഴുത്തുകാരനെ കുറിച്ച് ചോദിച്ചാൽ, നിങ്ങൾ ചോദിച്ചാൽ പറയും നിങ്ങളുടെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്ന് വെച്ചാൽ പറയും, ഒന്നിൽ പറയും മാതൃഭൂമിയിൽ ഒരു കഥ വരണം, അല്ലെങ്കിൽ കവിത വരണം, പിന്നെ DCയോ മാതൃഭൂമിയോ ഓരോ പുസ്തകങ്ങൾ രചന ചെയ്യണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്വപ്നമായിട്ടുണ്ടാവുക. ദൈവം സഹായിച്ച് എനിക്കതുണ്ടായി. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ 2025 എൻ്റെ ആ സ്വപ്ന വർഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ 2 പുസ്തകങ്ങളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത്. ഫെബ്രുവരിയിൽ ഒരു പുസ്തകം പുറത്തിറങ്ങി, മാർച്ചിലൊരു പുസ്തകം പുറത്തിറങ്ങി. ഫെബ്രുവരിയിൽ ഇറങ്ങിയത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ കുറേ സംഭവങ്ങൾ, ഈ ചെറിയ ചെറിയ വാക്കുകളൊക്കെ നമുക്ക് തോന്നൂലേ മനസ്സിൽ, ചെറിയ ചെറിയ പഞ്ച് ഡയലോഗ് നമുക്ക് മനസ്സിൽ തോന്നൂലേ. ഞാൻ അതൊക്കെ ഇങ്ങനെ കുത്തി കുറിച്ചിട്ട് ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ എഴുതി വെക്കാറുണ്ടായിരുന്നു. ഗൂഗിൾ ജിമെയിലാണ് ഞാൻ സ്റ്റോർ ആക്കി വെക്കാറുള്ളത്. കാരണം വേറെ നമ്മൾ എവിടെ വെച്ചാൽ ചിലപ്പോൾ മിസ്സായി പോവാം. അപ്പോൾ ജിമെയിലിൽ ഞാൻ കുറേ കവിതകൾ ഇങ്ങനെ ഇതേപോലെ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ വാചകങ്ങൾ, 4 വരിയിൽ ഒതുങ്ങുന്ന ചെറിയ ചെറിയ വാചകങ്ങൾ ഞാൻ ഇങ്ങനെ കവിത പോലെ ആക്കിയിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. അതിൽ പല കാര്യങ്ങളുണ്ടാവും. അത് പൊളിറ്റിക്സ് ഉണ്ടാകാം, സിനിമ ഉണ്ടാകാം, പല കാര്യങ്ങളുണ്ടാകാം. ഇതൊക്കെ ഞാൻ കുറേ ഉണ്ടായപ്പോൾ ഞാൻ ഇതൊരു ബുക്ക് കുറേ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ നമ്മുടെ റിഫായി സാറിനും ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, റിഫ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്, ഈ സാറിനും ഞാൻ വെറുതെ വായിക്കാൻ കൊടുത്താണ്. അപ്പോൾ അവർ പറഞ്ഞു നന്നായിട്ടുണ്ട്, ഇതും പുസ്തകമാക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഈ വൈജ്ഞാനിക സാഹിത്യമാണ്, ബിസിനസ് റൈറ്റിംഗ് ആണ് ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, അത് പോരെന്ന് ചോദിച്ചു. ഒക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇതും പബ്ലിഷ് ചെയ്യണം, നല്ല രസമുണ്ട് വായിക്കാൻ, അത് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഞാനിതൊരു പബ്ലിഷർക്ക് അയച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാൻകൈൻഡ് ലിറ്ററേച്ചർ എന്ന് കിട്ടണമെങ്കിൽ മാൻകൈൻഡ് ലിറ്ററേച്ചർ നമ്മുടെ നിമ്ന വിജയുടെ പുസ്തകം ഉണ്ടല്ലോ, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, അതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ടീമാണ് മാൻകൈൻഡ്. ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അവരത് വായിച്ചു നോക്കി പറഞ്ഞാൽ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ജനുവരി ലാസ്റ്റൊക്കെ ആയപ്പോൾ തന്നെ ഈ അതിൻ്റെ മാൻകൈൻഡ് ലിറ്ററേച്ചറിൻ്റെ സാരഥിയായിട്ടുള്ള ഒരു സായൂജ് സാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, സാറേ സാറിൻ്റെ ഒക്കെ പുസ്തകം ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് എണ്ണം കൂടുതലാണ്, പക്ഷെ അതെല്ലാം കൂടി നമുക്ക് ഒറ്റ പുസ്തകത്തിലാക്കാൻ പറ്റില്ല. ഞാൻ ഒരു സൊല്യൂഷൻ പറയട്ടെ സാറെന്ന് ചോദിച്ചു. സാർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ആ പുസ്തകത്തിൽ പ്രണയവുമായി ബന്ധപ്പെട്ട ഒരുപാട് കവിതകളുണ്ട്. ആ കവിതകൾ മാത്രം മാറ്റിയിട്ട് നമുക്ക് സെപ്പറേറ്റ് പുസ്തകമാക്കിയാലോ സാർ? അങ്ങനെ നമുക്ക് ഈ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ എന്ന് നമുക്കത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം. അത് ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞു ഓക്കെ, സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ സാറത് ഒരു പുസ്തകമാക്കി പുറത്തിറക്കുകയാണ്. അതിലുണ്ടായിരുന്ന ഏകദേശം ഒരു 100 ചില്ലാൻ പ്രണയ കവിതകൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു ഒറ്റ ബുക്കാക്കി പുറത്തിറക്കുകയാണ്. ആ ബുക്കാണ് ഇപ്പോൾ സാറിൻ്റെ ഈ കയ്യിലുള്ള പുസ്തകം, സമ്പൂർണ്ണ പ്രേമായനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പലപ്പോഴും ആലോചിച്ച് പ്രേമത്തെക്കുറിച്ചുള്ള കവിതകളായതുകൊണ്ട് കവിത എന്ന് പറയാൻ പറ്റില്ല, കഥ ഒന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ തീരുമാനിക്കുന്നത് എന്താ അതിലുള്ളത് എന്നുള്ളത്. കാരണം അതൊരു ആശയങ്ങളാണുള്ളത്, പ്രണയവുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ചില ആശയങ്ങളാണ് ഇതിലുള്ളത്. ഞാൻ 1-2 കഥകൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കിക്കോളൂ. ഒരു കഥയുടെ പേര് നുണ എന്നാണ്. നുണ അതിങ്ങനെയാണ്: നീ ഇല്ലാതെ ജീവിക്കാൻ വയ്യ എന്നതൊക്കെ ശുദ്ധ നുണയാണ്. നീ ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം കുറെ കൂടി സുന്ദരമായേനെ, അത്ര തന്നെ. ഓക്കെ. അതുപോലെ അലാറം എന്നാണ്. പ്രണയിക്കുന്നവർക്കിടയിൽ മൗനം ഒരു അലാറമാണ്, വരാനിരിക്കുന്ന വളരെ നീണ്ട ഒരു മൗനത്തിന്റെ സൂചന. ഓക്കെ. അതുപോലെ മുറിപ്പാടുകൾ എന്ന് പറയുന്ന ഒരു കഥ ഇങ്ങനെയാണ്: എന്നേക്കുമായി പിരിയാൻ നേരം അവൾ ചോദിച്ചു, ഞാൻ നിന്നെ വേദനിപ്പിച്ചോ? അവൻ പറഞ്ഞു, നീയല്ല, നിന്നെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങളാണ് എന്നെ വേദനിപ്പിച്ചത്. ഓക്കെ. അതുപോലെ ഇതിൽ വേറൊരു സംഭവം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് പ്രണയത്തിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഇതിലുണ്ട്. പ്രണയത്തിന്റെ വിവിധ തലങ്ങളിലൂടെ പോകുന്നുണ്ട്. പ്രണയത്തിനെ മാത്രം അനുകൂലിച്ചുകൊണ്ട് പോയാൽ ഒരു പൈങ്കിളി പുസ്തകമായി മാറും. അപ്പോൾ പ്രണയത്തിന്റെ നാനാർത്ഥങ്ങൾ ചെയ്യുന്ന ഒരു പുസ്തകമായിട്ട് മാറുമ്പോൾ അത് എല്ലാവർക്കും അപ്പീലിംഗ് ആയി തോന്നും. അങ്ങനെയുള്ള ഒരു കവിത ഇങ്ങനെയാണ്: ഇന്നലെ എൻ്റെ കാമുകി മറ്റൊരുത്തൻ്റെ കൂടെ ബൈക്കിൽ കറങ്ങുന്നത് കണ്ടു. പിടിച്ചു നിർത്തി ഒന്ന് പൊട്ടിക്കാനാണ് ആദ്യം എനിക്ക് തോന്നിയത്, പക്ഷേ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടായിപ്പോയി. ഇതായിരുന്നു. ഓക്കെ. വേറൊരു കവിത: ഇന്നലെ അവൾ എന്നോട് പറയുക, അവളുടെ വീട്ടിലേക്ക് കയറി ചെന്ന് വെട്ടുപോത്ത് പോലിരിക്കുന്ന അവളുടെ അച്ഛനോടും ചേട്ടന്മാരോടും അവളെ പെണ്ണ് ചോദിക്കാൻ. ആരോട്? ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കുമ്പോൾ 2ാം വട്ടം സാമ്പാർ ചോദിക്കാൻ പേടിച്ചിട്ട് വെറും ചോറ് മാത്രം വാഴ്ത്തും ഇറങ്ങിപ്പോകുന്ന ഈ എന്നോടേ. അതായത് ഇനി ഒന്നും കൂടി വായിച്ചിട്ട് ഞാൻ നിർത്താം. ഇതിന്റെ പേര് ഹൃദയം എന്നാണ്. ഹൃദയം. നന്ദി കെട്ട ഹൃദയം. ഇത്രയും കാലം പെണ്ണുപോലെ നോക്കിയ എന്നെ വിട്ട് ഒന്ന് ചിരിച്ചു കാണിച്ചതും അവളുടെ പുറകെ അങ്ങ് പോയി കളഞ്ഞു. ഓക്കെ. ഇതുപോലെ പ്രണയത്തിന്റെ നാനാർത്ഥങ്ങളെ വിശദീകരിക്കുന്ന ഒരു 100-ലധികം കവിതകളോ കഥകളോ കുറിപ്പുകളോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ ഒരു സമാഹാരമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇപ്പൊ പ്രിയ പ്രകാശ് വാര്യർ എന്ന് പറഞ്ഞ കുട്ടിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അറിയില്ലേ? പ്രിയ വാര്യർ അറിയില്ലേ? ഓക്കെ. പ്രിയ വാര്യർ എന്ന് പറഞ്ഞ കുട്ടി പെട്ടെന്നൊരു ദിവസം എന്താണ് ആ സിനിമ ഇറങ്ങുന്നു. എന്താണ് സിനിമയുടെ പേര്? ഒരു അഡാർ ലവ് എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒരു ഫസ്റ്റ് സിംഗിൾ ഇറങ്ങുന്നു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായിട്ട് ആ കുട്ടി എന്ത് ചെയ്യുന്നു? ഭയങ്കര ഹിറ്റായിട്ട് മാറുന്നു, ഭയങ്കര സെൻസേഷനായിട്ട് മാറുന്നു. ഒരുപാട് ലെവലിലേക്ക് ആ കുട്ടിക്ക് ഭയങ്കര തരംഗമായിട്ട് ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഇട്ടാൽ 8 ലക്ഷം രൂപ ഇൻസ്റ്റാഗ്രാം ആ കുട്ടിക്ക് ഇങ്ങോട്ട് കൊടുക്കുന്ന അവസ്ഥയ്ക്ക് ആ കുട്ടി എത്തുകയാണ്.
പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഒരുപാട് ട്രോൾ ചെയ്യപ്പെടുകയാണ്, ട്രോൾ മെറ്റീരിയലായി മാറുകയാണ്. എല്ലാവരും ആ കുട്ടിയെ പരിഹസിക്കുകയാണ്. കാരണം അവളുടെ ആ വളർച്ച കണ്ട് അസൂയപ്പെട്ട അതേ ആൾക്കാർ അത് നല്ലൊരു ചാൻസ് ആക്കിയിട്ട് അവളുടെ വീഴ്ചയിൽ ആനന്ദിക്കുകയാണ്. പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ തമിഴിൽ ഇപ്പോൾ ഈ അടുത്തിടെ ഒരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും ആ കുട്ടി പീക്കിലേക്ക് കയറിയ സാഹചര്യം ഉണ്ടായി. ഇതാണ് ലൈഫ്. ഇറങ്ങും കയറും ആയിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വി ഹാവ് ടു വർക്ക് കൺസിസ്റ്റൻ്റ്ലി. അപ്പോൾ ഈ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഇത്രയും കാലം പുസ്തകം എഴുതാൻ ഇപ്പോൾ എഴുതാൻ പറ്റിയത് മുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനത് പറഞ്ഞു തരാം. ആ ഉത്തരങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തീനെ ഇഗ്നൈറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് സഹായകരമാകുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സോ ദ ഫ്ലോർ ഈസ് അപ് ടു യു. യു മേ ആസ്ക് ക്വസ്റ്റ്യൻസ്. ഞാൻ ഇതേപോലെ ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനെ പ്രസിദ്ധീകരിക്കണം, എങ്ങനെ അടുത്ത സ്റ്റെപ്പിലോട്ട് വെക്കണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇതേപോലൊരു ഒരു സമയത്ത് തോന്നിയൊരു കഥ ജസ്റ്റ് എന്താണോ മനസ്സിൽ അത് ഞാൻ എഴുതി. പക്ഷെ അത് ഫുള്ളായിട്ടില്ല. അതിൻ്റെ അടുത്ത് നിന്ന് മിസ്സായി ചെയ്തു. ഞാൻ വേറെ സ്ഥലത്തായിരുന്നു, അവിടെ നിന്ന് എഴുതിയതാണ്. പക്ഷെ അത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അതെങ്ങനെ? സാമിലിൻ്റെ കയ്യിലുള്ളത് കഥയാണോ നോവലാണോ എന്താണ്? കഥ, ചെറുകഥയാണോ? ചെറുകഥ. അല്ലെ, അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. റോ ഫോർമാറ്റിൽ തോന്നുന്ന പോലെ എഴുതുക. എഴുതിയിട്ട് നമ്മൾ തന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് നന്നായിട്ട് വായിക്കുന്ന ജെന്യൂനായിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാർക്ക് അത് വായിക്കാൻ കൊടുക്കുക. അത് വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഫീഡ്ബാക്ക് നമ്മളോട് പറയുമല്ലോ. അതനുസരിച്ച് ഒന്നും കൂടി ഒന്ന് പുതുക്കി ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അതും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക കഥകൾ നിങ്ങളുടേതായിട്ടുള്ള പേരിൽ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്താലൊക്കെ അത് ഹിറ്റാകുമെന്ന്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. നാരായണി ദാക്ഷായണി എന്ന പേരായ രണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞ നോവലുണ്ട്. ആർ രാജശ്രീ ഒരു എഴുത്തുകാരി എഴുതിയ നോവലാണ്. എന്താണ്? നാരായണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകൾ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അവർ ആ ബുക്ക് ആദ്യമായിട്ട് എഴുതിയത് ഫേസ്ബുക്ക് പേജിലാണ്. അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവരിങ്ങനെ നോവലിൻ്റെ ഒരു അധ്യായം 2 അധ്യായം തന്നെ പ്രസിദ്ധീകരിക്കുന്നു. അതൊരു 4-5 അധ്യായം ആയപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് കയറി കൊളുത്തി ഭയങ്കര ഹിറ്റായി. പിന്നെ അത് മാതൃഭൂമി ബുക്സ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. ഇപ്പോഴും അത് ഭയങ്കര സെയിൽ നടക്കുകയാണ്. ഒരുപാട് സെയിൽ നടക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾ നമ്മുടെ കഥകൾ വായിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളോട് കൂടുതലായിട്ട് എഴുതാൻ പറയും. സോഷ്യൽ മീഡിയ നല്ല പ്രോത്സാഹനം, ഭയങ്കര പ്രോത്സാഹനമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് മാജിക് എന്ന സംബന്ധമായിട്ടുള്ള ആ ആർട്ടിക്കിൾസ് ഞാൻ അത് പബ്ലിഷ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് ശേഷം അത് വായിച്ചിട്ട് ആൾക്കാർ പറയുന്ന ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഇവരൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരാണ്. അവരെന്നെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ആ എഴുതിയിട്ടുള്ള കഥകൾ പലതും ഞങ്ങൾ കേൾക്കാത്ത കഥകളാണ്, ഒരുപാട് പുതുമുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടുന്നത്? എന്തായാലും ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ട്രെയിനിങ് ക്ലാസ്സിൽ ആ കഥകൾ ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് ഇവിടെ കുറ്റിപ്പുറത്ത് നിന്നുള്ള ഒരാൾ നമ്മുടെ നൗഷാദ് JCIയിൽ നൗഷാദ് വെച്ച് പറഞ്ഞു അത് പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ, കിട്ടാനുണ്ടോ എന്ന് വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു വലിയൊരു അവേക്കനിങ് ആയിരുന്നു, ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ സ്വയം വായിച്ചു നോക്കുക. ഒരു 2-3 ആഴ്ചൻ്റെ ഇടവേളകൾ എടുത്തിട്ട് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇങ്ങനെ പുതുക്കാം ഇതിങ്ങനെ ഒന്നുകൂടി നന്നാക്കി കൊണ്ടുവരാമെന്ന് തോന്നും. അത്രയും കോൺഫിഡൻ്റ് ആയതിനു ശേഷം നിങ്ങളൊരു ഫ്രണ്ടിനോ മറ്റോ വായിക്കാൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾ റിഫൈ സാറുണ്ട് ഇവിടെ ഇന്ന് ആളില്ലേ, പുള്ളി നിങ്ങൾ കാണുന്ന ആളൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാനിട്ടാണ്. അഹമ്മദ് കബീർ റിഫായ് എന്ന് പറഞ്ഞ ഒരാൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തിരൂര് ഈ ഒരു താലൂക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാൾ ഒരു പക്ഷേ റിഫായ് സാറായിരിക്കും. അദ്ദേഹത്തിനൊക്കെ കൃത്യമായി പറയാൻ പറ്റും ഇതെങ്ങനെ ഒരു വരി കണ്ടാൽ ഈ വരി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കാര്യം സാറ് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാം, അദ്ദേഹം തിരുത്തി തരും. അങ്ങനെ നിങ്ങൾ എഴുതുക, വായിക്കുക, അങ്ങനെ കൊണ്ടുവരണം. എഴുതുക എന്നതിനേക്കാളും പ്രധാനമാണ് വായിക്കുക എന്നുള്ളത്. നിങ്ങളൊരു 100 പേജെങ്കിലും വായിച്ചാൽ മാത്രമേ ഒരു പാരഗ്രാഫ് എഴുതാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലോണം വായിക്കുമ്പോൾ നമ്മുടെ ആ ശൈലി, അക്ഷരങ്ങൾ, ആ പലരുടെയും ആ ഒരു പ്രയോഗങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലാണ് കയറി പതിയും. അത് നമ്മുടെ എഴുത്തിനൊരു വലിയൊരു ഉപോത്ഫലകമായിട്ട് മാറുകയും നമുക്കത് കൃത്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുക. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് പോട്ടെ. വളരെ ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലറായി മാറിയ ഒരു പുസ്തകത്തിൻ്റെ എഴുത്തുകാരനോട് ഒരു പത്രപ്രവർത്തക ചോദിച്ചു, ഹൗ ദിസ് ഹാപ്പൻഡ്? ഇത്രയും മനോഹരമായ ഒരു പുസ്തകം എങ്ങനെയാണ് സാർ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു, 1 absurd line a day എന്നായിരുന്നു. എന്താണ്? 1 absurd line a day. എന്തെങ്കിലും ഒരു മണ്ടത്തരം ഞാൻ ദിവസവും എഴുതി വെക്കും. അതിങ്ങനെ കുറേ എഴുതി വെച്ച് കുറേ കൂടെ ആയപ്പോൾ എന്തായി, ഒരു പുസ്തകമാക്കി എഴുതാനുള്ള സംഭവമായി. ഞാനത് വീണ്ടും വായിച്ചു നോക്കി, ഇങ്ങനെ ഓരോ വരിയും തിരുത്തി പോളിഷ് ചെയ്ത് ഈ അവസ്ഥയ്ക്ക് എത്തിച്ചു. ഇത്രയാണ് ഉണ്ടായതെന്നാണ് അയാൾ പറയുന്നത്. ഇതന്നെയാണ് നമ്മുടെ ലൈഫിലും സംഭവിക്കുന്നത്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒരു തുടക്കം ഇട്ട് വെക്കുക. ഒരു തുടക്കം ഇട്ട് വെച്ചാൽ താനേ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാകും.
എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന സമയത്ത് കല്യാണം കഴിക്കാനൊക്കെ വേണ്ടി അയാൾ വന്നത്, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നത്. അന്ന് അയാളുടെ ഒരു ബൈക്ക് എടുത്തിട്ട് ഭാര്യയും കൂട്ടി കറങ്ങുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. ഒരു പുതിയൊരു ബൈക്ക് വാങ്ങുക, എന്നിട്ട് ഭാര്യയും കൂട്ടി ഫുള്ള് കറങ്ങുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അയാൾ ബാപ്പാണ്ട് പോയിട്ട് പറഞ്ഞു, ഉപ്പാ ഞാൻ കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് ഒരു ബൈക്ക് വാങ്ങാൻ ഉദ്ദേശിക്കാൻ. അപ്പോൾ ബാപ്പ പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചു. അല്ല എനിക്കും അവൾക്കൊന്ന് കറങ്ങാൻ വേണ്ടി പോകാൻ. അപ്പോൾ ബാപ്പ പറഞ്ഞു എന്താണ്, ബൈക്ക് ഇപ്പോൾ വാടക കിട്ടൂലേ, നീ ഇപ്പോൾ ഗൾഫിൽ പോയാൽ പിന്നെ ബൈക്ക് കൊടുക്കുന്നത് വേസ്റ്റായി പോവല്ലേ, നീ ഒരു കാര്യം ചെയ്യും, ബൈക്ക് നീ വാടക എടുത്താൽ മതി, നിന്റെ കയ്യിലുള്ള പൈസ എത്ര വെച്ചാൽ 50,000 60,000 എത്ര വെച്ചാൽ ആ പൈസക്ക് പൈസ കൊടുത്ത് വാങ്ങിയ കല്ലല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു തറ ഇടാം തീരുമാനിച്ചു. എന്ത് ചെയ്തു, അവനൊരു തറ ഇട്ടു. തറ ഇട്ട് കുറച്ചിട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു, ആൾക്കാർ വെച്ചു തറ മാത്രമേ ഉള്ളൂ വീടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, അവൻ കുറച്ച് ലോ ഫ്ലോർ അവൻ പണിതു. കുറെ അടുത്ത വല്ല ആൾക്കാർ വെച്ചു ചോദിക്കാൻ തുടങ്ങി, എന്ത് കുറെ ആയല്ലോ വീടിന്റെ പണി ഇങ്ങനെ നിൽക്കുന്നു, ഇനിയിപ്പോൾ വാർക്കുന്നില്ലേന്ന് ചോദിച്ചു. വാർക്കണം എന്നായിട്ട് ആ വരിയിൽ അവനെ വാർത്തു. ചുരുക്കി പറഞ്ഞാൽ 5ാമത്തെ വരെ വായ്പൊക്കെ എന്ത് ചെയ്തു, നല്ലൊരു വീട് അവിടെ റെഡിയായി. അപ്പോൾ ഈ കല്ലിറക്കുക എന്ന് പറയുന്നത് ഒരു തുടക്കമായിരുന്നു. അവിടുന്ന് ഇങ്ങനെ ഗ്രാജുവലി കയറി അതൊരു വീടായി മാറി. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളുടെ കല്ലുകൾ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇറക്കി വെക്കുക. അത് വലിയ വലിയ മഹാസൗധങ്ങളായിട്ട് മാറും, നിങ്ങളെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും. തുടക്കം വിടുക, തുടങ്ങി വെക്കുക, ബാക്കിയെല്ലാം താനേ സംഭവിച്ചോളൂ. ഓക്കെ. PGDCA കോഴ്സാണ് ചെയ്യുന്നത്. ഞാനൊരു ബുക്ക് വായിക്കുന്നുണ്ടായ ഇടയിൽ റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി എത്രത്തോളം ഒരു മനുഷ്യന് മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി തന്നൊരു ബുക്കായിരുന്നു അത്. അതുപോലെ സാറിനൊരു മാർക്കറ്റിംഗ് മേഖലയിലേക്ക് സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പുസ്തകം സാറിന്? വളരെ നല്ലൊരു ചോദ്യമാണ് ആ കുട്ടി ചോദിച്ചത്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ പുസ്തകം നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചെറിയ പുസ്തകമാണ്, അധികം പേജുകളൊന്നുമില്ല, ചെറിയ പുസ്തകമാണ്. ഒരു കഥയാണ് പറയുന്നത്. കഥയിലൂടെ ഒരുപാട് ഫിലോസഫി ഒന്നും പറയാതെ വലിയ ഒരു ഫിനാൻഷ്യൽ ഒരു സിസ്റ്റമാണ് അവർ അവതരിപ്പിക്കുന്നത്, അല്ലേ? റോബർട്ട് ടി കിയോസാക്കി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനാണ് ആ പുസ്തകം എഴുതിയത്. അതിനുശേഷം അദ്ദേഹം എത്രയോ പുസ്തകങ്ങൾ എഴുതി. ഞാൻ പറയുന്നു, ഒരു പക്ഷേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ തലവര മാറ്റിയ പുസ്തകങ്ങളിൽ ഒരു പുസ്തകമായിരിക്കും ഈ പറഞ്ഞ റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഇത് മലയാളത്തിലുണ്ട്, നിങ്ങൾ എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക. പുറകിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, വായിക്കാൻ ശ്രമിക്കുക. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കിയ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാൻ 2 പുസ്തകങ്ങൾ പറയും. അതത് സ്റ്റാർട്ട് വിത്ത് വൈ എന്നൊരു പുസ്തകമുണ്ട്. സൈമൺ സിനെക് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ സ്റ്റാർട്ട് വിത്ത് വൈ എന്നൊരു പുസ്തകമാണ്. ഈ പുസ്തകം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോണ സമയത്തും തുടങ്ങാൻ വേണ്ടി പോണ സമയത്തും, അതൊരു ബിസിനസ് ആവട്ടെ, പുതിയ കോഴ്സ് ആവട്ടെ, ഒരു ജോലി ആവട്ടെ, എന്തെങ്കിലും ഒരു കർമ്മമാവട്ടെ, എന്തോ ആവട്ടെ, ഞാനിത് എന്തിനു വേണ്ടി ചെയ്യുന്നു, ഞാനിത് ചെയ്യുന്നതിന് പിന്നിലെ പേർപ്പസ് എന്താണെന്നൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ചിട്ട് വേണം തുടങ്ങാൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പർട്ടിക്കുലർ ബിസിനസ് തുടങ്ങുന്നു, ഈ ഒരു ബിസിനസ് ഞാൻ എന്തുകൊണ്ട് തുടങ്ങുന്നു? കാരണം ഫോർ എക്സാമ്പിൾ, ഒരു ബിരിയാണി ഉണ്ടാക്കി വെക്കുന്ന ഒരു കടയാണുണ്ടെങ്കിൽ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് പണ്ടാരിമാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം, എനിക്കും നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഞങ്ങളുടെ ആ ലെഗസി മെയിൻറ്റെയിൻ ചെയ്യാനും അതിലൂടെ ഞങ്ങളുടെ ബിരിയാണിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു ബിരിയാണി കച്ചവടം തുടങ്ങുന്നു. ഇതൊരു രീതി. രണ്ടാമതൊരു ചിന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അയൽക്കാരൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇപ്പം എന്ത് ചെയ്തു, ഒരു ബിരിയാണി കട തുടങ്ങി, അത് വമ്പം വിജയമാണ്, അവൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അപ്പം ഞാനും തുടങ്ങാൻ പോവാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു ചേച്ചി അച്ചാറുണ്ടാക്കി വിറ്റ് 10 പൈസ ഉണ്ടാക്കിയാൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി അതേ അച്ചാറുണ്ടാക്കും, അല്ലേ? ഒരു ചേച്ചി മാങ്ങ അച്ചാറുണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കിയാൽ തൊട്ട അയലത്തെ വീട്ടിലെ ചേച്ചി എന്ത് ചെയ്യും, അതേ മാങ്ങ അച്ചാർ അവരും ഉണ്ടാക്കും. അതൊരു നാരങ്ങയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അച്ചാറായിട്ട് പോവില്ല. അതേ അവരുടെ കച്ചവടം മുടക്കാൻ മാത്രമേ സമാനം ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും ചപ്പാത്തി കമ്പനികൾ വന്നത് എങ്ങനെയാണ്, ഇത്രയും ടർഫുകൾ വന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്രയും മറ്റേ ജ്യൂസുകൾ വന്നത് എങ്ങനെയാണ്? ഒരാൾ തുടങ്ങി വിജയിച്ചു, ഉടനെ ഞാനും തുടങ്ങും. ഇതായിരുന്നു കോൺസെപ്റ്റ്. നേരെ മറിച്ചിട്ട് എന്തുകൊണ്ട് ഈ വൈ ഐ ആം വെഞ്ചറിങ് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വിചാരിക്കുക. ഇപ്പം മോൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കോഴ്സ് സെലക്ട് ചെയ്തു? അപ്പോൾ പറയുകയാണ്, എനിക്ക് ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് കടന്നു വരാൻ ഭയങ്കര താല്പര്യമുണ്ട്. എനിക്ക് രോഗികളെ പരിചരിക്കാനും അവരെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനും ഒരു വലിയൊരു ഹോസ്പിറ്റലൊക്കെ റൺ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര കഴിവുണ്ട്. അവിടെ എനിക്ക് മാനേജ്മെൻറ്റ് എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഏത് പ്രതിസന്ധി ഇടത്തിലും പൂട്ടിപ്പോകാത്ത സംഭവം എന്താണ്? ഹോസ്പിറ്റലാണ്. കൊറോണ വന്നപ്പോൾ പോലും എല്ലാ ബിസിനസ്സും പൂട്ടിപ്പോയപ്പോൾ എന്താ പൂട്ടിപ്പോയത്? ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ അങ്ങനെ എൻ്റെ ജോലിക്ക് ഒരു സ്ഥിരത ഉണ്ടാവണം. അതേസമയം എൻ്റെ ഈ ആളുകളോട് സ്നേഹം കാണിക്കാനുള്ള ആ ഒരു കഴിവിനെ എനിക്ക് എക്സിബിറ്റ് ചെയ്യും വേണം. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ എന്താ വന്നിട്ടുള്ളത്,
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഞാൻ സെലക്ട് ചെയ്തതെന്ന് ഒരാൾ തീരുമാനിച്ചാൽ അതിന് നല്ലൊരു വാലിഡ് റീസൺ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് പോകണത്. അപ്പോൾ ഞാനും പോയി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ അവിടുന്ന്, ഓളോട് ചോദിച്ചപ്പോൾ ഓൾ പറഞ്ഞു ഓളോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അതിൻ്റെ അങ്ങോട്ട് പോയി. ഇതൊക്കെയാണ് നിങ്ങളുടെ മറുപടി എന്നുണ്ടെങ്കിൽ അത് സക്സസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ ബുക്കിൽ സൈമൺ സിനക്ക് പറയുന്നതാണ് സ്റ്റാർട്ട് വിത്ത് വൈ. എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അവനവനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള മറുപടി കിട്ടിയാൽ നിങ്ങൾക്ക് അതുമായിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ പുസ്തകം അദ്ദേഹം ആദ്യം ചെയ്തത് 18 മിനിറ്റിലൊരു ടെഡ് ടോക്ക് ആയിട്ടാണ് വന്നത്. യൂട്യൂബിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട യൂട്യൂബ് വീഡിയോസിൻ്റെ ഒരു ലിസ്റ്റിൽ നോക്കിയാൽ ഈ വീഡിയോ ഉണ്ടാകും. വളരെ രസകരമായിട്ട് അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട്. ആ വീഡിയോ ഭയങ്കരമായിട്ട് ഹിറ്റാവുകയും വൈറലാവുകയും അത് കണ്ട കുറേ ആൾക്കാർ പറഞ്ഞു ഈ ആശയം ഒന്നുകൂടി വിപുലീകരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പുസ്തകം പോലെ ഇറക്കി വിടുന്നു വെച്ചു. അങ്ങനെ അദ്ദേഹം അതൊരു പുസ്തകമാക്കി പുറത്തിറക്കിയതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പുസ്തകം. അപ്പോൾ അത് ഒരുപാട് പേരുടെ ജീവിതത്തിനെ മാറ്റിമറിച്ച് കൊടുത്തപ്പെട്ട ഒരു ആളാണ് ഞാനും. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ ഒരു പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പവർ ഓഫ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ദി പവർ ഓഫ് ഹാബിറ്റ്സ്, ചാൾസ് ദുഹിഗ് എന്ന് പറഞ്ഞ ഒരാളാണ് അത് എഴുതിയത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ 10 വർഷം കൊണ്ട് എഴുതാത്ത പുസ്തകങ്ങൾ ഞാൻ ഈ 2-3 വർഷം കൊണ്ട് എഴുതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്തത് അതാണ് ഈ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന് എനിക്കൊരു കോൺസെപ്റ്റ് കിട്ടുകയാണ്, കീ സ്റ്റോൺ ഹാബിറ്റ്സ് എന്നൊരു ഒരു കോൺസെപ്റ്റ് കിട്ടുകയാണ്. കീ സ്റ്റോൺ ഹാബിറ്റ്സ് അതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഹാബിറ്റ് ഉണ്ടാവും. കുറേ ഹാബിറ്റ് ഉണ്ട്. അതിൽ ഒരു മൂലക്കല്ലായിട്ട് നമ്മുടെ മൊത്തം സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മൊത്തം വിജയത്തിൻ്റെ ആണിക്കല്ലായി കൊണ്ടുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാവും. ആ ഹാബിറ്റ് അങ്ങോട്ട് മാറ്റിമറിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മൊത്തം മാറും, ടോട്ടൽ ലൈഫ് ചേഞ്ച് ആവും എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ ഒന്ന് പരീക്ഷ വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഹാബിറ്റ് എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രശ്നം, ഈ ഫ്രസ്ട്രേഷനൊക്കെ വന്നത്. അപ്പോൾ ഒരിക്കൽ ഇതേപോലെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറില്ലേ, നിങ്ങൾക്ക് അറിയില്ലേ, യാത്രകളൊക്കെ ചെയ്യുന്ന സാറ്, ആ സാറിനെ പരിചയപ്പെടാനുള്ള അവസരം കിട്ടിയപ്പോൾ ആ സാറോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു എഴുത്തുകാരൻ കൂടിയാണ് സാർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ പുസ്തകം അവസാനമായിട്ട് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ 2015 ഒരു ബുക്ക് ഇറങ്ങിയിട്ടില്ലെന്ന് ചോദിച്ചു. അതായത് ഇപ്പോൾ ഏകദേശം 12 വർഷത്തോളായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് 10 വർഷമായി ഒരു പുസ്തകം എഴുതിയിട്ട് പക്ഷെ നിങ്ങൾ ഇപ്പോഴും എന്താ പറഞ്ഞു കിടക്കുന്നത്, എഴുത്തുകാരനാണെന്ന്. ഒരു പ്രത്യേക ചിരിയും അദ്ദേഹം ചിരിച്ചു. അതെൻ്റെ മനസ്സിൽ കൊണ്ടു, ശരിയാണല്ലോ അദ്ദേഹം പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവം KLF-മായി ബന്ധപ്പെട്ട അനുഭവം ഇതുകൊണ്ടായപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഫയർ ആളി കത്തുകയും ഞാൻ തീരുമാനിച്ചു ഇനി ഒന്നൊരു പുസ്തകം എഴുതിയേ അടങ്ങുമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് എന്താണ് എന്നെ പുറകോട്ട് വലിക്കുന്നത്. എഴുതാനുള്ള കഴിവുണ്ട്, കോണ്ടന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് എഴുതാൻ പറ്റാത്തത് നോക്കിയപ്പോൾ സമയക്കുറവാണ്. ഇപ്പോൾ എൻ്റെ ബിസിനസ് ഉണ്ട്, കോളേജിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, എൻ്റെതായിട്ടുള്ള ട്രെയിനിങ്ങും മറ്റു യാത്രകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് സമയം കിട്ടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഞാൻ എത്ര മണിക്ക് എഴുന്നേക്കുന്നത് നോക്കിയപ്പോൾ 7 മണിക്കാണ് ഞാൻ സാധാരണ എഴുന്നേക്കാറുള്ളത്, 7 മണിക്ക്. അപ്പോൾ 9:30 എൻ്റെ കോളേജ്. 7 മണിക്ക് എഴുന്നേച്ച് പല്ല് വെച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് കോളേജിൽ പോകാൻ കറക്റ്റാണ്. 9:15 ആകുമ്പോൾ ഞാൻ എൻ്റെ കോളേജിലെത്തും, ക്ലാസ് കിടക്കാൻ പറ്റും, അവിടെ സേഫാണ്. അപ്പോൾ ഞാൻ ആ ഒരു സേഫ് സോണിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം, ചെറിയൊരു മാറ്റം വരുത്താൻ. വെച്ചപ്പോൾ എന്താണ് എൻ്റെ കീ സ്റ്റോൺ നോക്കിയപ്പോൾ ഞാനിപ്പോൾ നീക്കുന്നത് 7 മണിക്കാണെന്നുള്ളത്. ചെറിയൊരു മാറ്റം വരുത്തി, കുറച്ചൊന്ന് നേരത്തെ നീച്ച് നോക്കിയാലോ. അപ്പോൾ അതാണ് എൻ്റെ കീ സ്റ്റോൺ ഹാബിറ്റ്. അതായിരുന്നു പുറകോട്ടിന് വന്നു. 7 എന്നുള്ളത് 6:45 6:30 6:15 6 അവിടുന്ന് പിന്നെയും 15 മിനിറ്റ് പുറകോട്ട് കൊടുന്നു. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. 7 മണിക്ക് നീക്കുന്ന ഒരാൾ നാളെ മുതൽ ഞാൻ 5 മണിക്ക് നീക്കുന്നു പറഞ്ഞാൽ നടക്കൂല. ദിവസവും 2 കുപ്പി മദ്യം കഴിക്കുന്ന ഒരാളോട് പോയിട്ട് നാളെ മുതൽ നീ കഴിക്കരുതെന്ന് പറഞ്ഞാൽ നടക്കില്ല. കുപ്പിൻ്റെ അളവ് കുറച്ച് കൊടുത്തിട്ട് ഒരു ദിവസം ഒരു മാസം കൊണ്ടൊക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ, അന്ന് പൂർണ്ണമായി നിർത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ പുറകോട്ട് പോയിട്ട് ഏകദേശം ഒരു മാസം കൊണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 5 മണിക്ക് നീക്കുന്ന അവസ്ഥയ്ക്ക് എത്തി. ആ എക്സ്ട്രാ കിട്ടുന്ന സമയം, ആ എക്സ്ട്രാ പുറകോട്ട് പോകുമ്പോൾ എനിക്ക് എക്സ്ട്രാ കിട്ടുന്ന സമയം ഉണ്ടല്ലോ, ആ 2 മണിക്കൂർ, ആ 2 മണിക്കൂർ ഞാൻ റൈറ്റിങ്ങിന് വേണ്ടി വിനിയോഗിക്കാൻ തുടങ്ങി. ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പേപ്പറിലേക്കല്ല നേരിട്ട് ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ അടിച്ചു വെക്കും. അതേപോലെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിതുപോലെ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ ജിമെയിലിൽ പോയിട്ട് ഇങ്ങനെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വെക്കും. ഇതെല്ലാം കൂടി സ്വരുക്കൂട്ടി ഇങ്ങനെ വന്നപ്പോൾ പുസ്തകങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഒരു മാറ്റം, ഏർലി റൈസിങ്, നേരത്തെ നീക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ മാറ്റം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ സാറ് പറഞ്ഞു, റിഫായി സാറ് പറഞ്ഞു 5 പുസ്തകം, 5 അല്ല ശരിക്കും 6 പുസ്തകമാണ് ഇപ്പോൾ ഈ വർഷം ഇറങ്ങാൻ വേണ്ടി പോണത്. അതിൽ 6 പുസ്തകങ്ങൾ എഴുതാൻ പറ്റി എനിക്ക്. 2 വർഷം കൊണ്ട് 6 പുസ്തകങ്ങൾ എഴുതാൻ പറ്റി. അതൊരു അച്ചീവ്മെൻ്റ് ആണ്. ഓഥർ എന്നുള്ള ഒരു റെക്കഗ്നീഷൻ നമുക്ക് സമൂഹത്തിൽ കിട്ടുകയാണ്. അതൊരു വലിയൊരു അംഗീകാരമാണ്.
മാത്രമല്ല ആ ആശയങ്ങളിലൂടെ ഞാൻ എന്നെ പറയുമ്പോൾ അത് ബുക്ക് വായിച്ചിട്ട് കുറേ ആൾക്കാർ എൻ്റെ ബിസിനസ്സിലേക്ക് വരികയാണ്. ഓക്കെ, സാറിൻ്റെ പുസ്തകം വായിച്ചു, അപ്പോൾ എനിക്ക് സാറിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്, എന്നിട്ട് എനിക്ക് കുറേ പുതിയ ക്ലയൻറ്റുകളെ കിട്ടുന്നു, എൻ്റെ ഫാമിലി ലൈഫ് കുറച്ചുകൂടി മെച്ചപ്പെടുന്നു. മാത്രമല്ല സുബഹി നിസ്കാരം എനിക്ക് കുറേ വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ സുബഹി നിസ്കരിച്ച് കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഈ 5 മണിക്ക് എഴുന്നേക്കണം എന്ത് ചെയ്യും, ആദ്യം പോയി സുബഹി നിസ്കരിച്ചുകൊണ്ട് എഴുതാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ മനസ്സിൽ കിട്ടുന്നു. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അവരുടെ മൈൻഡ് വളരെ ഫ്രഷ് ആയിരിക്കും. ഒരുപാട് പോസിറ്റീവ് റേഡിയേഷൻസ് കിടന്ന് കളിക്കുന്ന സമയമായിരിക്കും ആ പുലർക്കാല സമയം. ആ സമയത്തുള്ള ഒരുപാട് പോസിറ്റീവ് റേഡിയേഷൻസ് നമുക്ക് കിട്ടുന്നു. ആ ദിവസം ഫുള്ള് നമുക്കൊരു നല്ല ദിവസമായിട്ട് മാറുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് സംഭവിക്കുന്നു. ബൈ ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓക്കെ, എൻ്റെ ലൈഫ് ഞാൻ ആഗ്രഹിച്ച ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കേണ്ടതുള്ള സന്തോഷവും നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ 2 പുസ്തകങ്ങൾ, സ്റ്റാർട്ട് വിത്ത് വൈ ആൻഡ് പവർ ഓഫ് ഹാബിറ്റ്, ആ ഹാബിറ്റ് എന്നുള്ള ബുക്ക്, പവർ ഓഫ് ഹാബിറ്റ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഹാബിറ്റിൽ നിങ്ങൾ മാറ്റം വരുത്തിയാൽ പോലും അതെന്ത് ചെയ്യും, നിങ്ങളുടെ ലൈഫിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് അത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 2 പുസ്തകങ്ങൾ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യാണ്. മൈ നെയിം ഇസ് നിഷിത. ഞാൻ ടീച്ചറാണ്. അപ്പോൾ മെയിൻലി സാർ ഇപ്പോൾ ഒരു റൈറ്റർ ആയതുകൊണ്ട് തന്നെ സാറ് LP UP സ്റ്റുഡൻസിന് ഏത് തരം ബുക്കാണ് റെക്കമെൻഡ് ചെയ്യുക? ഒരു നല്ല ചോദ്യമാണ് ആ മാഡം ചോദിച്ചത്. ഇത് വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഒരുപാട് പേർക്ക് വായിക്കാൻ ആഗ്രഹമുണ്ട്, വായിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. കുട്ടികൾ വായിച്ചു വരുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സമ്പന്ന എൻ്റെ പുസ്തകങ്ങളാണ്. അത് ഞാൻ എൻ്റെ മക്കൾക്ക് നേരെ കൊടുക്കുന്ന ഞാൻ പറയാറുള്ളത്. പക്ഷേ കുട്ടികൾ വായനയിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ വായിക്കാൻ കൊടുക്കുന്ന ഫസ്റ്റ് പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം വളരെ ശ്രദ്ധിച്ച് വേണം വരെ കൈ കൊടുക്കാൻ, അല്ലേ? നിങ്ങൾ ഫസ്റ്റ് പുസ്തകം എനിക്കൊരാൾ റെക്കമെൻഡ് ചെയ്ത് എന്താണെന്ന് അറിയോ? ഏകാന്തതയുടെ 100 വർഷങ്ങൾ, ഏകാന്തതയുടെ ഗബ്രിയൽ ഗാർസിയ മാർക്വേസ്. ആ പേര് വായിച്ചപ്പോൾ ഞാൻ ബോധം കെട്ട് കൊണ്ടുപോയി. പക്ഷെ എൻ്റെ വേറൊരു ടീച്ചർ എനിക്ക് വളരെ നല്ല, ഇപ്പോൾ MT ഒക്കെ കുറച്ച് പുസ്തകങ്ങൾ, ഇപ്പോൾ കുട്ടിയടത്തി പോലത്തെ പുസ്തകങ്ങളൊക്കെ എനിക്ക് ഫസ്റ്റ് തന്നു. ഈ പുസ്തകം നീ ആദ്യം വായിക്കുന്നത്, പിന്നെ നീ ലോക സാഹിത്യത്തിലേക്ക് പൊയ്ക്കുമെന്ന് പറഞ്ഞു. അത് കൃത്യമായി എനിക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു കുട്ടിയോട് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് പറയണം? അപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷ് ബുക്ക് പോലും വായിക്കാൻ പറയരുത്. നമ്മൾ മലയാളികൾ നമ്മുടെ മക്കളോട് വായിക്കാൻ പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മലയാളം പുസ്തകങ്ങൾ അവർക്ക് വായിക്കാൻ കൊടുക്കുക. പ്രത്യേകിച്ച് ബാലസാഹിത്യങ്ങളുണ്ടല്ലോ, ബാലസാഹിത്യ പുസ്തകങ്ങൾ അവർ വായിച്ച് വളരട്ടെ. അപ്പോൾ ഞാനൊക്കെ വായിച്ച് തുടങ്ങിയത് ബാലമംഗളവും ബാലരമയൊക്കെയാണ് വായിച്ചു തുടങ്ങിയത്. അവിടെ നിന്നാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ വളരെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മോനെ നീ നന്നായിട്ട് വായിച്ച് വളരണമെന്ന് പറഞ്ഞിട്ട് എന്താ കൊടുക്കുന്നത്? വലിയ വലിയ കടിച്ചാ പൊട്ടാത്ത പുസ്തകങ്ങൾ, അത് വായിക്കാനും ബുദ്ധിമുട്ട്, അത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ട്. ഇത് വരുമ്പോൾ ചിന്തിക്കും ഞാൻ വായിക്കുന്നില്ല എന്നൊരാൾ തീരുമാനിക്കും. സിമ്പിളായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ച് തുടങ്ങുക, അത് നിങ്ങൾക്ക് വലിയ ലെവലെത്തും. മലയാള പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങുക. ഞാൻ കാര്യമായിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടർ K ശ്രീകുമാർ എന്ന് പറയുന്നൊരു എഴുത്തുകാരനുണ്ട്. ഡോക്ടർ K ശ്രീകുമാർ നമ്മുടെ തുഞ്ചൻ പറമ്പിൻ്റെ ഇപ്പോഴത്തെ രക്ഷാധികാരി ഡോക്ടർ K ശ്രീകുമാർ സാറാണ്. ഇദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് നല്ല പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. കുറേ പേർക്ക് അറിയില്ല, ഒരുപാട് പുസ്തകങ്ങൾ. ഇപ്പോൾ MTയുടെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നത് ശ്രീകുമാർ സാറാണ്. നിങ്ങൾ തുഞ്ചൻ പറമ്പിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും തുഞ്ചൻ ഉത്സവത്തിൻ്റെ സമയത്ത് തുഞ്ചൻ പറമ്പ് പോയി ഉണ്ടാവും. അവിടെ സാഹിത്യ ക്വിസ് ഉണ്ടാവാറുണ്ട്, സാഹിത്യ ക്വിസ്. എത്രയോ വർഷങ്ങളായിട്ട് ആ ക്വിസ് മാസ്റ്റർ നമ്മുടെ ശ്രീകുമാർ സാറാണ്. അദ്ദേഹം എഴുതുന്ന കുറേ പുസ്തകങ്ങളുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് സ്ഥിരമായിട്ട് വായിക്കാൻ കൊടുക്കാറുണ്ട്. ഒരുപാട് നല്ല കഥകൾ, നമ്മളൊന്നും കേൾക്കാത്ത ഒരുപാട് കഥകൾ. ചില ബാലസാഹിത്യം വായിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഒരു അമ്മൂമ്മ വട വിട്ടുകൊണ്ടൊക്കെ എന്നപ്പോൾ കാക്ക കൊത്തിക്കൊണ്ട് പോയി മരത്തിൻ്റെ മുകളിൽ പോയി കുറുക്കം വന്ന് ഇങ്ങനെ പറഞ്ഞു. അതല്ലാത്ത നമ്മളിവിടെ കേൾക്കാത്ത ഒരുപാട് കഥകൾ അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. അതിൻ്റെ ഭാവന എന്നുള്ളതും പിന്നെ അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുള്ള കഥകളൊക്കെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മലയാളം വായിച്ചു തുടങ്ങുന്ന ആൾക്കാർ സിമ്പിളായിട്ടുള്ള പുസ്തകത്തിൽ തുടങ്ങുക. പിന്നെ കുറച്ചാണ് കഴിയുമ്പോൾ നമുക്ക് MTയുടെ പുസ്തകങ്ങളിലേക്കൊക്കെ കടക്കാം. MTനെ പോലുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളിലേക്ക് കടക്കാം. അതുപോലെ മലയാള ചെറുകഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് T പത്മനാഭൻ സാറ്. T പത്മനാഭൻ എന്നൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങളുണ്ട്. പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രണയകഥകളിൽ പെട്ട ഒന്നാണ് ഗൗരി, കടൽ, കടയനല്ലൂരിലെ ഒരു സ്ത്രീ പോലത്തെ കഥകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ ഇപ്പോൾ എൻ്റെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. ഈ കഥകളൊക്കെ ഇങ്ങനെ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. അതിൻ്റെ വേറൊരു കഥയുണ്ട്, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നൊരു കഥയൊക്കെ ഉണ്ട്. ഓഹ്, വാട്ട് എ സ്റ്റോറി. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നല്ലൊരു കഥയും നിങ്ങളുടെ മനസ്സിൽ കയറും. അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ്. കുറേ ആൾക്കാർ ബുദ്ധിജീവികളൊക്കെ പറയും ഇതൊന്ന് റെക്കമെൻഡ് ചെയ്യരുതെന്ന് പറയും. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഏത്? ഈ പറഞ്ഞ റാം കെയർ ഓഫ് ആനന്ദി. ആ നോവൽ ഇതുവരെ വായിക്കാത്ത ഒരാൾ ആ നോവലൊക്കെ വെച്ച് വായിച്ച് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ഉള്ളിൽ ഇനിയും വായിക്കണം എന്നുള്ളൊരു പ്രേരണ ഉണ്ടാകും. അതുപോലെ ഇപ്പോൾ നിമ്ന വിജയ് എഴുതിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും ആ കുട്ടിയുടെ ആ രചനാ ശൈലി കൊണ്ട് ആ കുട്ടി നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട്. അവസാന പേജ് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വാങ്ങി വായിക്കുക.
ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് അറിയാം, എല്ലാ ചെറുപ്പക്കാരും കയറി എഴുതുകയാണ്. അവരുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് വെച്ചാൽ അത് എഴുതുകയാണ്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സ്വന്തമായിട്ട് ഒരു സിനിമക്കുള്ള കഥ നിങ്ങളുടെ മൈൻഡിലുണ്ട്? ഏതെങ്കിലും ഒരു സംവിധായകനെയോ നിർമ്മാതാവിനെയോ കണ്ടാൽ പോയി പറയാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടോ? ഓക്കെ. നമുക്കുള്ള വലിയൊരു പേടി എന്താണെന്നറിയോ? നമ്മൾ ഈ കഥകൾ ആരുടെയെങ്കിലും പോയി പറഞ്ഞാൽ അവരത് കോപ്പി അടിച്ച് അവരുടെ പേരിൽ സിനിമയാക്കിയോ മറ്റോ ചെയ്യുമോ എന്നുള്ളൊരു പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഒരുപാട് കേസുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ തുടരും എന്ന സിനിമ പോലും ഇപ്പം അങ്ങനെ ഒരു പരാതിയിലാണ്. അത് എൻ്റെ കഥയെന്ന് മറ്റൊരാൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ പേടിക്കാനില്ല. നിങ്ങൾ ചെയ്താൽ പറ്റിയ നല്ലൊരു കഥ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇപ്പം നല്ല ഒരു പോസിറ്റീവ് ട്രെൻഡാണ്. ഇപ്പോൾ പുസ്തകങ്ങൾ വായിക്കാനും അഭിപ്രായം പറയാനൊക്കെ നല്ല ആൾക്കാരുള്ളത് കൊണ്ട് ഇപ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ അത് ചെറിയൊരു നോവലാക്കിയിട്ട് നിങ്ങൾ എഴുതുക. നോവലാക്കിയിട്ടോ മറ്റോ എഴുതിയിട്ട് ചെറിയൊരു പുസ്തകമാക്കുക. പുസ്തകമാക്കിയിട്ട് ഏതെങ്കിലും ഒരു പ്രസാധകരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരത് വിറ്റിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. അത് കയറി കൊളുത്തിക്കഴിഞ്ഞാൽ സംവിധായകരും നിർമ്മാതാക്കളും നിങ്ങളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും, അത് പുസ്തകമാക്കിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ സിനിമ ആക്കിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മരണവംശം എന്നുള്ള നോവൽ, പി വി ഷാജികുമാറിൻ്റെ മരണവംശം എന്നുള്ള നോവൽ വായിച്ചിട്ട് മമ്മൂട്ടി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു അത് സിനിമയാക്കുന്നുണ്ടെങ്കിൽ അതിൽ ഈ ഭാസ്കരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യും, വേറെ ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നോവലാണോ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ കഥ നല്ലതാണ്, സിനിമയാക്കാൻ പറ്റിയ സംഭവം എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് എന്തായാലും ആൾക്കാർ വരും. ഇന്നിപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന 2 സിനിമകൾ, അത് 2 നോവലുകളാണ്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ റാം കെയർ ഓഫ് ആനന്ദി, അതൊരു ലേഡിയാണ് സംവിധാനം ചെയ്യുന്നത്. നടന്മാരെ പേര് പുറത്ത് വിട്ടിട്ടില്ല ആരൊക്കെ അഭിനയിക്കുന്നു എന്നുള്ളത്. പക്ഷെ അത് ഇത്രയും ആളുകൾ വായിച്ചിട്ട് പോലും ആ പുസ്തകം സിനിമയാക്കി കഴിഞ്ഞാൽ കാണാൻ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തു നിൽക്കുന്ന ഒരു വേറൊരു സിനിമ എന്ന് പറഞ്ഞാൽ വിലായത്ത് ബുദ്ധ എന്നതിൻ്റെ പൃഥ്വിരാജ് അഭിനയിച്ച ഒരു സിനിമയാണ്. അത് GR ഇന്ദുഗോപൻ എന്നൊരാൾ എഴുതിയ ഒരു പുസ്തകമാണത്. നോവലാണ്, ചെറിയ നോവലാണ്, പക്ഷെ കിടിലൻ നോവൽ. ഞാനത് വായിച്ചപ്പോഴേ ഫസ്റ്റ് വെച്ചാൽ ഇത് സിനിമയായ ഗംഭീരമാവുമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയായിട്ട് അടുത്ത മാസം പുറത്തിറക്കാൻ വേണ്ടി പോവുകയാണ്. മാഡം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലളിതമായിട്ടുള്ള കഥകൾ, ലളിതമായിട്ടുള്ള നോവലുകളൊക്കെ വായിച്ച് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങുക. ചെറിയ പുസ്തകങ്ങൾ, ബാലസാഹിത്യങ്ങളിൽ നിന്ന് തുടങ്ങുക. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സ്ട്രോങ്ലി റെക്കമെൻഡ് നമ്മുടെ RK നാരായൺ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ട്. അദ്ദേഹം മരിച്ചുപോയി, കുറേ നമ്മളെ ബ്രിട്ടീഷ് ഇന്ത്യക്കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരുപാട് നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം മാൽഗുഡി ഡേയ്സ്, സ്വാമി ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, ദ വില്ലേജ് എന്നപോലത്തെ ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങൾ ചെറിയ സിമ്പിളായിട്ട് ഏത് പാവപ്പെട്ടവർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ലേമാൻ ലെവൽ ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അത് വായിക്കുക, അങ്ങനെ വായിച്ചു തുടങ്ങുക. ഞാനൊക്കെ ഇംഗ്ലീഷ് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരാഴ്ച ഞാൻ പനിച്ചു കിടന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെർലക് ഹോംസ് സ്റ്റോറീസ് ഇല്ലേ, ഷെർലക് ഹോംസിൻ്റെ ഇപ്പോൾ കുറ്റാന്വേഷണം ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഈ കയ്യിൽ ഷെർലക് ഹോംസിൻ്റെ നോവലുകളുടെ ഒരു പുസ്തകം, ഈ കയ്യിൽ ഒരു ഡിക്ഷണറി, ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇതിലിങ്ങനെ വായിക്കും. ഒരു വാക്കിന് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ ഈ ഡിക്ഷണറിയിൽ തപ്പി അർത്ഥം കണ്ടുപിടിക്കും, അങ്ങനെ വായിക്കും. അപ്പോൾ ഈ ആരാണ് കൊലപാതകി എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി നമ്മൾ എന്ത് ചെയ്യും, ഓരോ വാക്കും നമ്മൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കി ഇങ്ങനെ പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിലുണ്ടാവും ഹി ഹിറ്റ് ദം വിത്ത് എ പോക്കർ എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പോക്കർ, POKER, എന്താണ് സംഭവം പോക്കർ? അപ്പോൾ നമ്മൾ ഡിക്ഷണറിക്ക് ആകാംക്ഷയോട് നോക്കുമ്പോൾ മനസ്സിലാവണം എന്താണ് ഇരുമ്പ് തണ്ട്. പോക്കർ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് തണ്ട്. ഇപ്പോൾ പോക്കർ എന്ന് പറഞ്ഞാൽ ചീട്ടുകളിൽ കൂടി പേരുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു ലേണിംഗ് ആണ്. പിന്നെ അപ്പോൾ വായിച്ചതിലൂടെ, വായനയിലൂടെയാണ് ഞാൻ എന്ത് സംഭവിച്ചത്. പിന്നെ കുറച്ച് നേരം ഞാൻ വെച്ചാൽ ഞാൻ ഹാരി പോട്ടർ നോവൽസ് ഒക്കെ ഇല്ലേ, ഹാരി പോട്ടർ, അത് കാര്യമായിട്ട് ഇതേപോലെ ഡിക്ഷണറി വെച്ച് വായിച്ചിട്ട് കുറേ പിന്നെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ തമിഴ്നാട്ടിൽ MBA പഠിക്കാൻ വേണ്ടി ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ ആ ക്യാമ്പസിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും പറ്റിയ ഒരാളായിരുന്നു ഞാനെന്നുള്ളത് എനിക്ക് വലിയൊരു പോസിറ്റീവായിരുന്നു. അതുപോലെ പെട്ടെന്ന് ജോലി കിട്ടാനും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും സെലക്ഷൻ കിട്ടാനൊക്കെ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വായന എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാ രീതിയിലും എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. അയ്യോ ഇതൊന്നും എനിക്ക് എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന് ചിന്തിക്കരുത്. കാരണം എനിക്കൊക്കെ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ടേണിംഗ് പോയിന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ വായിച്ചതിലൂടെ കിട്ടിയ സംഭവമാണ്. നിങ്ങൾ ചിന്തിക്കും സാറൊക്കെ ഓൾഡ് ജനറേഷനാണ്, തന്ത വൈബാണ്, അതുകൊണ്ടാണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒന്നുമല്ല. കുറേ കഴിയുമ്പോൾ നമ്മളെ വിളിച്ചുകൊണ്ട്, ഇപ്പോൾ ഞാനൊക്കെ MBA പഠിച്ച് ഒരു 5-6 കൊല്ലം മുമ്പ് ഞാൻ MBA പഠിപ്പിച്ച് വിട്ട കുട്ടികൾ, അന്ന് ഞാൻ ക്ലാസ്സിൽ ഇതൊക്കെ പറയുമ്പോൾ ഒരു പറയും പിന്നെ എന്ന് പറഞ്ഞ കുട്ടികൾ ഇപ്പോൾ വിളിച്ചിട്ട് സാറാ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ വില നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാണത്. റിയൽ ലൈഫിൽ കൂടെ ഇറങ്ങിയപ്പോഴാണ് നമുക്കത് മനസ്സിലാണത്. ക്യാമ്പസിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ലോകം വേറെയെന്ന് നമുക്ക് മനസ്സിലാണ്. സാറേ സോറി എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമുക്കൊരു കുറ്റബോധം തോന്നും. അന്ന് ആ സാറ് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ബോധം വെച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് മറ്റൊന്നും ആകുമായെന്നും ചിന്തിച്ച് ഒരു കുറ്റബോധം തോന്നേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. മാം, am I right? ഞാൻ പറഞ്ഞോ, കിട്ടിയോ? ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് നിബ. ഞാൻ ഡിഗ്രി പഠിച്ചിട്ടുണ്ടായിരുന്നത് സൈക്കോളജി ആയിരുന്നു. അപ്പോൾ സാറ് സൈക്കോളജി ഫീൽഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുസ്തകം എഴുതിയിരിക്കണം. ഇനി ഫ്യൂച്ചറിൽ എഴുതുന്നുണ്ടെങ്കിൽ തന്നെ
അത് ഏത് സബ്ജക്റ്റുമായിട്ടേക്കാരം ആ പുസ്തകം എഴുതാം? ആ കുട്ടി ചോദിച്ച ചോദ്യം ഞാൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ബുക്ക് എഴുതാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സൈക്കോളജിക്കായിട്ട് പഠിച്ചിട്ടില്ല. ഞാനൊരു അക്കാഡമിക്കലി ഞാൻ സൈക്കോളജി പഠിച്ച ആളല്ല. പക്ഷെ ഞാൻ സൈക്കോളജി പഠിച്ചത് മനുഷ്യന്മാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ്. ഇപ്പം ഞാനൊരു കരിയർ കൗൺസിലറാണ്. കരിയർ കൗൺസിലിംഗ് ഞാൻ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് 1-2 തവണ എനിക്ക് ഈ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ആ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ബുക്ക് എഴുതാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊരു സൈക്കോളജി എന്നതിന് അപ്പുറത്തായിട്ട് മാനുഷിക ബന്ധങ്ങളെ കുറിച്ചിട്ടും മനുഷ്യൻ്റെ മാനസിക വ്യാപാരങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു പുസ്തകമായി മാറാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. കാരണം ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അവരതിൻ്റെ തിയറി ഉണ്ടല്ലോ, പഴയ തിയറി, ആ തിയറി ഇങ്ങനെ കിടന്ന് കളിക്കാന്നല്ലാണ്ട് കാര്യത്തേക്ക് വരുന്നില്ല. ഇപ്പോഴത്തെ കാലത്തെ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള സംഭവത്തേക്ക് പലരും വരുന്നില്ല. പക്ഷെ എൻ്റെ ഈ കൗൺസിലിംഗ് അനുഭവങ്ങളിലൂടെ ഒരുപാട് വ്യക്തികളുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ പരിചയപ്പെടാനും അവരുടെ ലൈഫിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ അടുത്തറിയാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാനൊരു ക്ലാസ് എടുത്തു. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞാനൊരു കൗൺസിലേഴ്സിന് വേണ്ടി ഒരു ക്ലാസ് എടുത്തു. ഞാൻ പറഞ്ഞ ഉദാഹരണം ഇങ്ങനെയായിരുന്നു. ആ ഉദാഹരണം ഒരു ചേച്ചി പറഞ്ഞു, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആ പറഞ്ഞ ആ ഉദാഹരണങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ഒരു സംഭവം എൻ്റെ മനസ്സിലിപ്പോഴും കിടക്കേണ്ടത് സ്ത്രീ പറയണ്ടായി. എന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ മുമ്പിൽ ഒരാൾ കൗൺസിലിങ്ങിന് വരുന്നുണ്ടെങ്കിൽ അയാൾ വന്നിരുന്ന പാടെ, മോനെ നീ ഇങ്ങനെയൊന്നും ആകരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങരുത്. നിങ്ങൾ ആദ്യം അയാളെ കേൾക്കുക. കൗൺസിലിങ്ങിൻ്റെ ആദ്യത്തെ ഘട്ടം എന്താണ്? പ്രോബിങ്, ഹിയറിംഗ് ഒക്കെയാണ്. നമ്മൾ കേൾക്കുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ആദ്യം കേൾക്കുക. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെളിവെള്ളമുള്ള ഒരു ബക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബക്കറ്റിൽ കുറേ ചെളിവെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിലേക്ക് ജസ്റ്റ് നല്ല വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ ഒഴിച്ച വെള്ളം കൂടി കേടായി പോകും. അതേസമയം ആ ബക്കറ്റിലുള്ള മോശപ്പെട്ട വെള്ളം തൂത്ത് കളഞ്ഞിട്ട് അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, കുറച്ച് നല്ല അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ നല്ല വെള്ളം ഒഴിച്ചാലേ നിൽക്കുകയുള്ളൂ, അല്ലേ? ശരിയല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ വരുന്നെന്ന് വിചാരിക്കുക, ഒരു വൊമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ വൊമിറ്റിംഗ് സെൻസേഷൻ നിങ്ങൾ അകത്ത് അടക്കി വെച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചത് സംഭവിക്കുക, ആദ്യം കഴിച്ചതും ആ ഛർദ്ദിക്കാനുള്ളതും ഇപ്പം കഴിച്ചതും എല്ലാം കൂടി പുറത്തേക്ക് പോരില്ലേ? അപ്പോൾ അത് അവിടെ എന്തെങ്കിലും ഒരു നല്ല റിസൾട്ട് ഉണ്ടായോ? ഇല്ല. അതുപോലെയാണ് ഒരാളെ സംസാരിക്കാൻ അനുവദിക്കാതെ നമ്മൾ നമ്മുടെ ആശയങ്ങൾ അയാളുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? അയാളുടെ ഉള്ളിലുള്ള ആ ഛർദിൽ മൊത്തം ഛർദ്ദിച്ചിട്ട് പോരണം. അയാളുടെ ഉള്ളു കാലിയാവണം, ഉള്ളു ശുദ്ധിയാവണം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത്, മോനെ നീ ഇങ്ങനെ ചെയ്തു നോക്ക്, ഇങ്ങനെ ചെയ്യാമെന്ന്. ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ടാവും, അവർ വികൃതി കാണിക്കുന്ന കുട്ടികളായിരിക്കും. നിങ്ങൾ അവരെ തല്ലിയിട്ടോ ഗുണദോഷിച്ചോ പേടിപ്പിച്ചോ ഒരു കാര്യമില്ല. അവനൊന്ന് വിളിച്ചിട്ട് എന്താണ് മോനെ, എന്താ പ്രശ്നം, എന്തുണ്ടായെന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോൾ അവനിങ്ങനെ പറയും, ഉമ്മ എന്നോട് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരെ മുമ്പ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കാര്യം മൊത്തം പറഞ്ഞു കഴിയുമ്പോൾ എന്നിട്ട് വേണം പറയാൻ എന്ത്, ഉമ്മ അതാണ്, ഉമ്മ ഇതാണ്, ഉമ്മനെ അങ്ങനെ പറയാൻ പാടില്ല, മാതാവിൻ്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം എന്നുള്ളതൊക്കെ പിന്നെ വേണം പറയാൻ. അപ്പോഴേ ആ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. അവനെ ഫുള്ള് വെളിപ്പെടുത്തിയതിന് ശേഷം വെന്റിലേറ്റ് ചെയ്യുക എന്ന് പറയും നമ്മൾ. വെന്റിലേറ്റ് ചെയ്യുക. നിങ്ങളൊരു കാറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ കാറ് പുറത്ത് കിടക്കുന്നില്ലേ, എൻ്റെ കാറ് പുറത്ത് കിടക്കുന്നുണ്ട്, അതിപ്പോൾ നല്ല വെയിലത്താണ് നിൽക്കുന്നത്. ഞാൻ നേരെ കയറി ആ കാറ് കയറി നിങ്ങളുടെ AC ഇട്ടാൽ എന്താ സംഭവിക്കുക? ഒരു പ്രത്യേക ഒരു തണുപ്പും ചൂടും എല്ലാം കൂടി ഉള്ള ഒരു പുഴുങ്ങലായിരിക്കും കാറിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പം ഞാൻ ആദ്യം കയറിയിട്ട് ജനലൊക്കെ ഒന്ന് താഴ്ത്തി അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചൂടുള്ള വായുവൊക്കെ പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം പിന്നെ ഗ്ലാസ് കയറ്റി AC ഇട്ടാൽ നല്ല ക്ലൈമറ്റ് ഉണ്ടാകും. അതുപോലെയാണ് നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള കുറച്ച് ആശയങ്ങൾ, ഇപ്പം ഈ ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല, ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് എൻ്റെ കൗൺസിലിംഗ് അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ബുക്ക് എഴുതുന്ന എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അത് എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്ന് എനിക്കറിയില്ല. ബട്ട് ഓൺ എ ഫൈൻ മോർണിംഗ് ഇറ്റ് മേ ഹാപ്പൻ. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഒരു കുട്ടിയെ കൊണ്ടുവന്നു, അതേപോലെ കൗൺസിലിങ്ങിന് കൊടുക്കുന്നതാണ്. പക്ഷെ എനിക്ക് എന്താ പ്രശ്നം എന്നുള്ള മനസ്സിലാക്കിയത്, നല്ലോണം പഠിച്ചിരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഈ പഠിക്കുന്ന കാര്യത്തിൽ ആ കുട്ടിയൊന്ന് ഉപദേശിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ആ മോഡിന് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം വരെ നല്ല മാർക്ക് ഉണ്ടായിരുന്ന കുട്ടി ഇപ്പോൾ ഈ വർഷം 9th എത്തിയപ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് പുറകോട്ട് പോവുകയാണ്. ശരിക്കും ഈ സമയത്തല്ല സാർ ആ കുട്ടി നന്നായി പഠിക്കേണ്ടത്, അല്ലേ? അടുത്ത വർഷം 10th അല്ലേ? പക്ഷേ 8ാം ക്ലാസ് നല്ല പഠിച്ച കുട്ടി ഈ വർഷം വളരെ മോശമായിട്ടാണ് പഠിക്കുന്നത്, മാർക്ക് വളരെ കുറവാണ്. അപ്പോൾ സാറ് ഈ കുട്ടിയൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടിയോട് ഇതേപോലെ, മോളെ നീ പറ, ഞാൻ കേൾക്കാം. അടുത്ത ഒരു കുറച്ച് സമയം മോൾ എത്ര സമയം വേണം പറഞ്ഞാൽ മുഴുവൻ പറഞ്ഞു, അങ്കിൾ കേൾക്കാമെന്ന് പറഞ്ഞു. ആ കുട്ടി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കേൾക്കുമ്പോൾ ആ കുട്ടി പറയുന്ന സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കുട്ടിയുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്കൂളിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഡിവോഴ്സ്ഡ് ആണ്.
അച്ഛൻ്റെ വഴിക്ക് പോയി, അമ്മേൻ്റെ വഴിക്ക് പോയി. ഈ കുട്ടി ഒറ്റയ്ക്കായി. ഈ കുട്ടി പിന്നെ വല്യമ്മമാരുടെ കൂടെയൊക്കെ ആയി. വല്യമ്മ മരിച്ചു പോയി. ഇപ്പോൾ കുട്ടി വീട്ടിൽ ആരും ഇല്ലാണ്ട്, അത്താണില്ലാണ്ട് നിൽക്കുകയാണ് ആ കുട്ടി. അവളുടെ ലൈഫ് വളരെ മിസറബിളാണ്. ഓരോ ദിവസം ഓരോ കുടുംബക്കാരുടെ വീട്ടിലേക്കാണ് ആ കുട്ടി നിൽക്കുന്നത്. എവിടെ പോയാൽ ആ കുട്ടിക്ക് ഭയങ്കര അത്ര നല്ല സ്വീകരണമല്ല കിട്ടുന്നത്. ഭയങ്കരമായിട്ടുള്ള ടോർച്ചറിങ് ഒക്കെ ആ കുട്ടിക്ക് അനുഭവിക്കുന്നുണ്ട്. ഈ കഥകളൊക്കെ ഈ കുട്ടി ആരോട് പറയും? നമ്മുടെ ഈ കഥാപാത്രത്തിനോട് പറയും. അതിങ്ങനെ കൂടിപ്പോൾ ഈ കുട്ടീനോട് തന്നെ സഹതാപം തോന്നുന്നു. അയ്യോ, ഇവളുടെ അവസ്ഥ വളരെ ദയനീയമാണുള്ളത്. അപ്പോൾ അവളുടെ ആ ദയനീയ കഥകൾ എന്നും കേട്ട് അതൊക്കെ ഈ കുട്ടിയുടെ മൈൻഡിൽ രജിസ്റ്റർ ആയി. ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നത്തിലാണ്. അവർ തമ്മിൽ എപ്പോഴും അടിയും പ്രശ്നങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ അമ്മയും തമ്മിലുള്ള മോചനത്തിന് വിവാഹമോചന തുടക്കം ഇങ്ങനെയായിരുന്നു എന്ന് ആ കുട്ടി പറഞ്ഞ അതേ സൂചനകളാണ് ഈ കുട്ടിക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവമേ, ഇനി എൻ്റെ ലൈഫ് ഇങ്ങനെ ആവുമോ? എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വേർപെട്ട് പോകുമോ? എന്നിട്ട് എൻ്റെ അച്ഛനൊരു കൂട്ടിൽ എൻ്റെ അമ്മ വേറെ, അവർ രണ്ട് ഫാമിലിയായി പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇതുപോലെ ആവുമോ എന്നുള്ള ചിന്ത ആ കുട്ടിക്ക് ഇപ്പോഴേ വന്നിട്ട് എന്ത് ചെയ്തു? ആ കുട്ടീൻ്റെ പഠനത്തിനെ അഫക്റ്റ് ചെയ്യണം. അപ്പോൾ ഒന്നും നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴാണ് അടുത്ത സംഗതി വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ട് ഈ കുട്ടീൻ്റെ ഒരു സ്കൂള് മാറ്റി നോക്കി, ട്യൂഷൻ ക്ലാസ് മാറ്റി നോക്കി, പലതും മാറ്റി നോക്കി, പാഠപുസ്തകം സിലബസ് വരെ മാറ്റി നോക്കി. പക്ഷെ ആ കുട്ടീൻ്റെ യഥാർത്ഥ പ്രശ്നം വേറെ എവിടെ കിടക്കുന്നത്? വീട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വേര് അന്വേഷിച്ച് പോകേണ്ടത് ആ ചുറ്റുവട്ടത്ത് മാത്രമല്ല, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി പഠിച്ചാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ഹേതു നമുക്ക് കണ്ടുപിടിക്കാനും പരിഹരിക്കാനും പറ്റുമുള്ളൂ എന്നുള്ള കാര്യമുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു സംഭവം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം അത് സംഭവിക്കും. താങ്ക് യു. മാർക്കറ്റിൽ ഒരു ബിസിനസ് തകരാനുള്ള മെയിൻ റീസൺ പല ആൾക്കാർ പലത് പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, അതായത് മാർക്കറ്റിൽ ഇൻട്രാക്ട്, അങ്ങനത്തെ കുറേ പറയുന്നുണ്ട്. പക്ഷേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ടൈമിലൊക്കെ ഒരു കച്ചവടം നടണം, പിന്നെ അങ്ങോട്ട് ആ ഒരു ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുക. അതിനുള്ള മെയിൻ റീസൺ എന്താണ്? വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ് അത്. പക്ഷെ അതിന് ഒരുപാട് സമയമെടുത്ത് ഉത്തരം പറയേണ്ടതാണ്. പക്ഷെ ഞാൻ ചുരുക്കി വാക്കുകൾ ഉത്തരം പറയാം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഉത്തരം പറയാം. അദ്ദേഹം ചോദിച്ചത് മാർക്കറ്റിൽ ഒരു ബിസിനസ് തകർന്നു പോകാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചത്. അതിന് ഈ ഒരുപാട് ആൻസർ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഒന്നുകിൽ നമ്മളിപ്പോൾ നോക്കാം, ഇപ്പോൾ മാർക്കറ്റിംഗ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. HR, ഹ്യൂമൻ റിലേഷൻസ്, ആ കമ്പനിയുടെ ഉള്ളിലുള്ള മാനേജ്മെൻറ്റും സ്റ്റാഫുമായിട്ടുള്ള ഇഴയെടുപ്പം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം. ഫിനാൻസ് സംബന്ധമായിട്ടുള്ള, ഫിനാൻസ് മിസ്യൂസ് ചെയ്തു, കമ്പനി അതിൻ്റെ ഫണ്ട് ശരിക്കും വിനിയോഗം ചെയ്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകാം. ടെക്നോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം, പല പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ ഞാൻ വളരെ ബേസിക് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്കുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു ബിസിനസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ അതിനോടൊരു പാഷൻ ഇല്ലെങ്കിൽ, ഒരു സ്നേഹം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ തുടങ്ങുന്നൊരു ബിസിനസ് നിങ്ങൾക്ക് പാഷൻ ഇല്ലാത്തൊരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഒരു ലക്ഷ്യം എപ്പോഴും വേണം. അപ്പം ഞാൻ സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ എക്സാമ്പിൾ നമ്മൾ പറയാം. ഇപ്പോൾ നമ്മുടെ തിരൂര് താഴെപ്പാലത്ത് ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു കോഫി ഷോപ്പ് ഉണ്ട്. ആ കോഫി ഷോപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു AC എയർ കണ്ടീഷൻഡ് കോഫി ഷോപ്പാണ്. അവിടെ നമ്മൾ പോയിരുന്നു കഴിഞ്ഞാൽ കപ്പിൾസിനൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അവരിങ്ങനെ സംസാരിച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രണയിക്കുന്നവർക്കായാലും ഭാര്യഭർത്താക്കന്മാർക്കായാലും സ്വസ്ഥമായിട്ട് കുറച്ച് നേരം പോയിരുന്ന് ആരുടെയും ശല്യം ഇല്ലാണ്ട് ചെറിയൊരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഈ സിനിമകളൊക്കെ കാണുന്ന പോലെ അല്ലെ, നായകനും നായികയും മീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രിമൈസസ് കാണാറുള്ളതല്ലേ, അതുപോലത്തെ ഒരു ലൊക്കേഷനാണ് അത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്ന് വെച്ചാൽ 2013 ആ കഫേ അവിടെ ആദ്യമായിട്ട് വന്നത്. ആ സമയത്ത് അത് ഭയങ്കര ഹിറ്റായി മാറി, ഒരുപാട് പേര് ശ്രദ്ധിക്കപ്പെട്ടു. അതിനെ അനുകരിച്ചുകൊണ്ട് ഒരുപാട് വേറെയും കഫേകൾ തിരൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നു. ഒരുപാട് കഫേകൾ വന്നു തിരൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്. പക്ഷെ ഇന്ന് ആ കഫേകളൊക്കെ പൂട്ടിപ്പോയി. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കഫേ ഇപ്പോഴും അവിടെ ഉണ്ട്. എന്താ റീസൺ എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പാഷൻ. റീസൺ തന്നെ പറയാം. റീസൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റീസൺ. എന്തായിരുന്നു റീസൺ എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഓണർ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയായിരുന്നു, സ്കൂളിൽ പഠിച്ച കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പോയി സംസാരിച്ചപ്പോൾ ആ കുട്ടി ഒരു കാരണം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ആ തുടങ്ങണ്ടായ കാരണം, നമ്മുടെ തിരൂരിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഈ കൂട്ടുകാരി, അവളുടെ ഭർത്താവ്, ഇവർ രണ്ടുപേരും കൂടി പോയിട്ട് ഒരു ദിവസം ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അവൻ മേർച്ചൻ്റ് നേവിക്കാരനാണ്, ഭർത്താവ് മേർച്ചൻ്റ് നേവിക്കാരനാണ്. ഇവള് ഒരു നിറഗർഭിണിയാണ്, ഡോക്ടറാണ്. ഇവൾ നിറഗർഭിണിയാണ്. ഈ സംഭവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു കിട്ടും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്ത് ഇവർ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൂട്ടി ഭർത്താവ് ഒന്ന് പുറത്തേക്കൊന്ന് റിലാക്സേഷന് വേണ്ടി ഇറങ്ങുന്നു. അപ്പോൾ സ്വസ്ഥമായ ഒരിടം തേടി അവർ ആ സ്ഥലത്ത് എത്തിപ്പെടുന്നു. അവരവിടെ ഇരിക്കുന്ന ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ
ഗർഭാലസ്യം കൊണ്ട് ഭാര്യ ഭർത്താവിൻ്റെ തോളിലേക്ക് ഒന്നിങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ്. ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് ഭർത്താവ് ഭാര്യ ഒന്നിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുകയാണ്. ഉടനെ നാട്ടുകാർക്ക് കുരുപൊട്ടി. ഇതെന്താ അവിടെ വന്നിരിക്കണത്? അല്ല, ഞങ്ങൾ തന്നെ വെറുതെ ഇതൊന്നും ഇവിടെ പറ്റൂല. എന്ത് പറ്റൂല? അല്ല, ഈ ഇരുത്തം ശരിയാവില്ല. ഏതിരുത്തം? ഞാൻ എൻ്റെ ബാൻ്റെ പോലെ എൻ്റെ ബാൻ്റെ പോലെ ഇരിക്കണത്, തനിക്ക് എന്താ വലിയ പ്രശ്നം? അതൊന്നും പറ്റില്ല, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. ഒച്ച കേട്ട ആള് കൂടിയപ്പോൾ ഈ പറഞ്ഞ ആദ്യം കയറി ചൊറിഞ്ഞ ആൾക്കാർക്ക് വെറുതെ പറഞ്ഞ കാര്യമുണ്ടോ? ഇവരിങ്ങനെ അടുത്തടുത്ത് ഇരിക്കുക, മുട്ടിയുരുമി ഇരുന്നു എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അവർ പ്ലേറ്റ് മാറ്റി. ഇവരിവിടെ അനാവശ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി ഇടപെട്ടു എന്നായി. അപ്പോൾ നാട്ടുകാർ അത് കയറി വിശ്വസിച്ച് ചെയ്തു. എല്ലാവരും കൂടി ചേർന്ന് ആൾക്കൂട്ട ആക്രമണം നടത്തി ഈ ദമ്പതിമാർക്ക് നേരെ. ഇവരാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരവിടെ നിന്ന് ആക്രമിക്കപ്പെട്ട്, അവഹേളിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട് വീട്ടിൽ തിരിച്ചു പോയിട്ട് ഇങ്ങനെ ഇത് കാണിക്കണം. എന്താ എപ്പോഴും ഉണ്ടായത്? നമ്മളിപ്പോൾ എന്തിപ്പോൾ ചെയ്തത്? ഞാൻ എൻ്റെ ഭാര്യയെ ഒന്ന് ചേർത്ത് പിടിച്ചത് ഇത്ര വലിയ തെറ്റാണോ? അപ്പോൾ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും സ്വസ്ഥമായിട്ടൊന്ന് പോയി ഇരിക്കാനുള്ള സ്ഥലം ഈ തിരൂർ നഗരത്തിൽ ഇല്ലേ? ഇല്ലെങ്കിൽ അങ്ങനെ ഒന്ന് വേണ്ടേ? ആ തോട്ട് ഒരു കപ്പിൾസിന് മനസ്സോർന്ന് സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് സ്നേഹം പങ്കിടാനും പറ്റുന്ന ഒരു സ്ഥലം തിരൂര് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു പേർപ്പസോട് കൂടി തുടങ്ങിയതുകൊണ്ട് അവർ വിജയിച്ചു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ തോൽക്കാനുള്ള കാരണം എന്താ? ബാക്കിയുള്ളവരൊക്കെ ഇവരുടെ അന്ധമായ അനുകരണങ്ങൾ മാത്രമായിരുന്നു. അനുകരണങ്ങൾ മാത്രമായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സ്ഥലത്തും വിജയിക്കാൻ പറ്റില്ല. അത് ജീവിതത്തിലും തൊഴിലും ഒന്നും. നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലൊരു ചേച്ചി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിച്ചു, നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാനും പോയിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിക്കുകയാണ്. വിജയിക്കില്ല. കാരണം എന്താ? ആ ചേച്ചിക്ക് നന്നായിട്ട് മനുഷ്യന്മാരോട് ഇടപെടാൻ, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ആ ചേച്ചി വളരെ ജോവിയലാണ്, എക്സ്ട്രോവേർട്ടാണ്. പക്ഷെ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഫുൾ ടൈം ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്ന ഒരാളാണ്. എനിക്ക് പറ്റുമോ? പറ്റില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെന്താ? അവൾ ജയിച്ചു, അപ്പോൾ നീയും പോയിക്കോ മോനെ, നീയും അതേ കോഴ്സ് തന്നെ പോയിക്കോ എന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൽ പാഷൻ ഇല്ലാണ്ട് പഠിച്ചാൽ ശരിയാവില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പാഷൻ എന്താണ്? എഴുത്തും വായനയാണ് എൻ്റെ പാഷൻ. ഒരുപാട് വായിക്കും, എഴുതുക, ഇതൊക്കെയാണ് എൻ്റെ പാഷൻ. ഞാൻ എന്താ ചെയ്തെന്നറിയോ? അതൊരു ബിസിനസ്സാക്കി മാറ്റി. ഇപ്പോൾ ഷമീർ സാറിന് അറിയാം, സാർ എൻ്റെ ഓഫീസിൽ വന്നിട്ടുള്ളതാണ്. ക്രിയ ഇൻസൈറ്റ്സ് ബിസിനസ് റിസർച്ച് ആൻഡ് ക്രിയേറ്റീവ് സൊല്യൂഷൻസ് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. ഞാൻ ചെയ്യുന്നത് എന്താ അറിയോ? വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് അവരുടെ എഴുത്ത് പണികൾ മൊത്തം ഞാനാണ് ചെയ്തു കൊടുക്കുന്നത്. എഴുതുക എന്നുള്ള കഴിവുള്ളതുകൊണ്ട് അത് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. മലയാളത്തിലും ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷിലും ചെയ്തു കൊടുക്കുന്നുണ്ട്, തമിഴിലും ചെയ്യുന്നുണ്ട്. ഞാൻ ബേസിക്കലി തമിഴ്നാട്ടിൽ ജനിച്ച ഒരാളാണ്, അതുകൊണ്ട് തമിഴിലും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ അറിയോ? എൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? വായിക്കുക. എൻ്റെ പാഷൻ വായിക്കുക എന്നുള്ളതാണ്. എനിക്കൊക്കെ എൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുള്ളതും ചീത്ത കിട്ടിയിട്ടുള്ളതും എന്തിനാണ്? പുസ്തകം വായിക്കുന്നതിനാണ്. പുസ്തകം വായിക്കരുത്. എൻ്റെ പാരൻസ്, എൻ്റെ കാരണന്മാർ എൻ്റെ ഒപ്പാട് പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, അവനക്ക് പോക്കറ്റ് മണി കൊടുക്കരുത്. കാരണം ആ പൈസ മുഴുവൻ എന്താ ചെയ്യുന്നത്? പുസ്തകം വാങ്ങി കളയുകയാണ്, അല്ലേ? പക്ഷെ അന്ന് അവർ പ്രതീക്ഷിച്ചില്ല എന്തെന്ന്, ഒരു കാലം വരും അന്ന് കുട്ടികൾ കയ്യിൽ 5 പൈസ കിട്ടിയാൽ നേരെ പോയി എന്ത് ചെയ്യും? MDMA വാങ്ങുന്നുള്ളത് അവർക്ക് അന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നതൊക്കെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഞാനൊക്കെ അന്ന് ഒരു ചെറിയൊരു രൂപ കിട്ടിയാൽ പോലും ഞാൻ പോയിട്ട് ഒരു പുസ്തകം, ചെറിയ പുസ്തകം വാങ്ങാനാണ് ചിലവാക്കുക. ഇപ്പോൾ ഈ റിഫായി സാറില്ലേ, ഈ റിഫായി സാറിൻ്റെ ഞാൻ പറഞ്ഞ ആ മനുഷ്യനൊക്കെ ലൈഫിലെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖജനാവിലുള്ള പുസ്തകങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ എന്തായാലും ഒരു 2 ലക്ഷം രൂപയുള്ള പുസ്തകങ്ങളുണ്ടാവും. അത്രയും പുസ്തകങ്ങൾ, കയ്യിൽ കിട്ടുന്ന പൈസ മൊത്തം ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി ചിലവാക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഒരു മെൻറ്റാലിറ്റി ഞാൻ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൈസയാക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കി. ഇപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഒരു വായനാശീലത്തിനെ പൈസയാക്കി മാറ്റാൻ. ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ബുക്ക് വായിച്ചു, അത് നല്ലൊരു കഥ കിട്ടി എനിക്ക്. ആ ബുക്ക് നല്ലൊരു സംഭവം കിട്ടി. ഓക്കെ, ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഫോർ എക്സാമ്പിൾ, സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ലണ്ടൻ നഗരത്തിലെ ഒരു റോൾസ് റോയ്സ് കടയുടെ ഷോറൂമിലേക്ക് വെള്ളമുണ്ടും വെള്ള ഷർട്ടും എടുത്തുകൊണ്ടൊരു മലയാളി കയറി വരികയാണ്. അപ്പോൾ തന്നെ എല്ലാവരും നോക്കുന്നുണ്ട്, ആ കടയിൽ എല്ലാ ആൾക്കാരും നോക്കുന്നുണ്ട്, എന്താണ് ഇയാൾ ഈ കോലത്തിൽ ഇവിടെ കയറി വരുന്നത് റോൾസ് റോയ്സിന്റെ ഷോറൂമിലേക്ക്? അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി അകത്തേക്ക് കടത്തിവിടാൻ പോലും സമ്മതിക്കുന്നില്ല. പക്ഷേ ഇയാൾ അകത്തേക്ക് കയറി വരുന്നു. അയാൾ എല്ലാ കാറിൻ്റെയും വില അന്വേഷിക്കുകയാണ്. ഉടനെ തന്നെ ഇവർ പറയുന്നു, സാറേ ഇതിൻ്റെ ഒന്നും വില നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നത്. ഒരു അവജ്ഞയോടെ അയാളെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇയാൾ പറയുകയാണ്, നിങ്ങൾ ഈ കാറിന് എത്ര റേറ്റ് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അവരൊരു റേറ്റ് പറയുന്നു. ഓക്കെ, ഇതാ ചെക്ക് വെച്ചോളൂ എന്നിട്ട് ആ പൈസ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് ഇയാൾ ആ കാറ് വാങ്ങിയിട്ട് ഇറങ്ങുകയാണ്. അത്രയും നേരം അയാളെ അവജ്ഞയോടെ നോക്കിയിരുന്ന ആ ഷോറൂമിലെ ജീവനക്കാർ, ദൈവമേ ആരപ്പോൾ അതാണെന്നുള്ളത് അന്തമിട്ട് നോക്കുകയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, അത് നമ്മുടെ പ്രിയപ്പെട്ട ജോയ് ആലുക്കാസ് ആയിരുന്നു. ആലുക്കാസ് ജ്വല്ലറിന്റെ സ്ഥാപകൻ ജോയ് ആലുക്കാസ് ആയിരുന്നു. ഈ സ്റ്റോറി ഞാൻ അദ്ദേഹത്തിന്റെ ആത്മകഥ, സ്പ്രെഡിങ് ജോയ് എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ആ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഈ കഥയും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇപ്പൊ എനിക്ക് ഒരു കോണ്ടന്റ് കിട്ടിയോ?
കോണ്ടന്റ് കിട്ടി. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് എന്ത് ചെയ്യുന്നു, IHT ക്ലാസ് എടുക്കാൻ എനിക്ക് വരണം. ഞാൻ ഇവിടുത്തെ ക്ലാസ്സിൽ ആ സംഭവം പറഞ്ഞു. അപ്പോൾ കുട്ടികളൊക്കെ കേട്ടിരിക്കണം, കൊള്ളാലോ, ഇങ്ങനെ സംഭവം ഉണ്ടായോ. ഞാൻ നാളെ MBA പഠിപ്പിക്കാൻ എൻ്റെ കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകണം. അവിടെ സംഭവം എന്താ, ഇതേപോലെ കസ്റ്റമർ എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ് എൻ്റെ വിഷയം. ഞാൻ അവിടെ പോയി ഞാൻ പറയണത് ഒരു സംഭവം പറയാം. ഇങ്ങനെ UK ഒരു കാർ ഷോറൂമിലേക്ക് ഒരാൾ കയറി വരുന്നു, എന്നിട്ട് ഈ സ്റ്റോറി ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ കുട്ടികൾ കേട്ടിരിക്കണം. ഒരു പാഠപുസ്തകത്തിൽ ഇല്ല, പക്ഷേ എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടുകയാണ്, അവർ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. അപ്പോൾ എന്താണ്, നജമുദ്ദീൻ സാറിൻ്റെ ക്ലാസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ള ഇൻഫർമേഷൻ അവിടെ അയാൾക്ക് ബുക്ക് നോക്കി ഇങ്ങനെ മക്കപ്പ് ചെയ്ത് പോകില്ല, പുറത്തുനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നുള്ള സംഭവം കിട്ടി. അവിടെ റെക്കഗ്നേഷനായി. ഞാൻ വേറെ എനിക്കിപ്പോൾ നാളെ എനിക്കൊരു ബിസിനസ്സുകാർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന ഒരു സെഷൻ വരുന്നുണ്ടെന്ന് വിചാരിക്കും. അവിടെ എൻ്റെ ട്രെയിനിങ് ക്ലാസ്സിൽ ഞാൻ ഈ സംഭവം പോയിട്ട് പറയും. ഒരു ബ്ലോഗ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഈ സ്റ്റോറി പോലെ ഇത് എഴുതും. അതൊരു 50 അധ്യായം ആകുമ്പോൾ ഞാൻ ഒരു പുസ്തകമാക്കിയിട്ട് പബ്ലിഷ് ചെയ്യും. ഒരു ക്യാമറ ഓപ്പൺ ചെയ്തിരുന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇതൊരു വീഡിയോ പോലെ പറയും. ഓക്കെ, എന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലിടും. സെയിം സ്റ്റോറി എൻ്റെ യൂട്യൂബ് ചാനലിലിടും. അതേ സംഭവം തന്നെ ഓഡിയോ മാത്രം എടുത്തിട്ട് വീഡിയോ ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ Spotify ചാനലിൽ ഇടും, പോഡ്കാസ്റ്റ് ആയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ എന്താ ചെയ്തത്, ഒരേ ഒരു കാര്യം, വായിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്തു. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ തൊഴിൽ ക്ലാസ് എടുക്കുന്നുള്ളത് അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റി, അതിനുള്ള വരുമാനം വന്നു. എൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളിൽ, കോച്ചിങ് ക്ലാസ്സുകളിൽ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റി, അവിടുന്ന് വരുമാനം വന്നു. എനിക്കിത് ബ്ലോഗായിട്ടും മറ്റും എഴുതാൻ പറ്റിയപ്പോൾ എനിക്ക് അതിന്ന് ബ്ലോഗിൽ നിന്ന് വരുമാനം വരും, വ്ളോഗിൽ നിന്ന് വരുമാനം വരും, അല്ലേ? അതേപോലെ Spotify നിന്ന് വരുമാനം വരും. അതുപോലെ പുസ്തകമാകുമ്പോൾ പുസ്തകങ്ങൾ വിറ്റിട്ട് അതിൽ നിന്നുള്ള വരുമാനങ്ങൾ വരും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സോഴ്സിൽ നമുക്ക് എന്ത് ചെയ്യും, അതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് ആൾ കുറച്ച് നോളജബിൾ ആയിട്ടുള്ള ആളാണ്, അയാൾക്ക് ഒരുപാട് സ്റ്റഫ് ഉണ്ടെന്നുള്ളൊരു പേരും നമ്മളെ പറ്റി പുറത്ത് പരക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ, നമുക്ക് ബിസിനസ്സിലേക്ക് ആൾക്കാർ വരും. ഇയാൾ ഒരുപാട് വായിക്കുന്ന ആളാണ്, അപ്പോൾ നമുക്ക് അയാളെ പോയിട്ട് പോയാൽ അയാളത്ത് നമുക്ക് കുറേ ഐഡിയാസ് കിട്ടുന്നിട്ട് എൻ്റെ അടുത്തേക്ക് കൺസൾട്ടൻസിക്കും മറ്റുമായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഒന്ന് ആലോചിക്കുക, ഞാൻ എന്താ ചെയ്തത്, 10 മിനിറ്റ് ചിലവിട്ടിട്ട് ഒരു പുസ്തകത്തിന് 2 പേജ് വായിച്ചു. ആ 2 പേജ് വായിച്ചപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് അമൗണ്ട് പൈസ ഉണ്ടാക്കാനുള്ള വരുമാനം എനിക്ക് കിട്ടി. ഈ വേറൊരു സംഭവം ഞാൻ പറയാം. എനിക്ക് കൃത്യമായിട്ട് എനിക്കൊരു ഓഫീസും എല്ലാ എയർ കണ്ടീഷൻഡ് ഓഫീസുണ്ട്, 4 സ്റ്റാഫിനെ സഹായിക്കാനുണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എന്തായിട്ട് ആവശ്യമില്ല, ഫുൾ ടൈം ഓഫീസിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഫുൾ ടൈമിൻ്റെ ഓഫീസിൽ ഞാൻ സാധാരണ ഉണ്ടാവാറുണ്ട്. ഒരു മഴക്കാലമോ മറ്റോ ഒക്കെ ആണെങ്കിൽ ഞാൻ എന്താ അറിയോ, ഈ ഒരു ഫോണ്, എൻ്റെ ഈ ഒരു ഫോണ് മാത്രം ഉണ്ടാവും. ഈ ഫോണും ഞാനുമായിട്ട് പുറത്തേക്ക് ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഏതെങ്കിലും കായലിൻ്റെയോ കടലിൻ്റെയോ കരയിൽ പോയിരുന്നു കൊണ്ട് ആലോചിച്ച് ഞാൻ എഴുതാനുള്ള സംഭവങ്ങൾ ഞാൻ എഴുതും. ഞാൻ ഗോസ്റ്റ് റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ എഴുതി കൊടുക്കുക. അവരുടെ പുസ്തകം, ആത്മകഥ, ജീവചരിത്രം എന്ത് വേണമെങ്കിലും ആവാം. അവർക്ക് നല്ല ആശയങ്ങളുണ്ട്, പക്ഷെ എഴുതാൻ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അവർക്ക് വേണ്ടി നമ്മൾ എഴുതി കൊടുക്കുക. അങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പുസ്തകങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. പുസ്തകത്തിൽ പേര് വരൽ എന്താണ്, ഇന്ന ആളെന്ന് അറിയാം. ഒരുപാട് ബിസിനസ്സുകാർക്ക് വേണ്ടി ഞാൻ ബുക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ജോയ് ആലുക്കാസിൻ്റെ പുസ്തകം ചിലപ്പോൾ വേറെ ആരെങ്കിലും എഴുതി കൊടുത്തിരിക്കും. അദ്ദേഹം പറയുന്നു, കഥ കേൾക്കുന്നു, അത് വേറെ ആൾ പൊലിപ്പിച്ച് എഴുതുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് പേർക്ക് ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപയിൽ കുറയാത്ത പൈസ ഞാനൊരു ബുക്കിന് വേണ്ടി ഞാൻ വാങ്ങാറുണ്ട്. ഒരു ചെറിയൊരു 100 പേജിൻ്റെ പുസ്തകമാണെങ്കിൽ പോലും അതിന് 1 ലക്ഷം രൂപ എൻ്റെ ഫീസ് എന്ന് നമ്മൾ വാങ്ങാറുണ്ട്. അപ്പോൾ ഒരു കാലത്തെ ചിന്താഗതിയാണ് എന്ത്, എഴുത്തുകാരനായാൽ ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്നുള്ളത്. പക്ഷെ ഇന്ന് എഴുത്തുകാർക്കും രക്ഷപ്പെടാൻ പറ്റുന്നുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ. വേറെ ഒരുപാട് ആൾക്കാർ എൻ്റെ ഈ മോഡൽ കണ്ടിട്ട് എൻ്റെ ഈ ബിസിനസ് മോഡലിനെ അനുകരിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പൂട്ടിപ്പോയി 5-6 മാസം കൊണ്ട്. അത് ഞാൻ പറയട്ടെ സാറേ, നിങ്ങളെ കാര്യം പോക്കാട്ടോ എന്നുള്ള പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വലിയൊരു സ്ക്വയർ ഫീറ്റ് ഏരിയ വാങ്ങിയിട്ട് അവിടെ വലിയ ആഡംബര ബിസിനസ് പണിതിട്ട് എൻ്റെ കോമ്പറ്റീറ്ററാണ്, വി ആർ ദ കോമ്പറ്റീറ്റർ ഫോർ ക്രിയ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ആൾക്കാർ ഇപ്പോൾ അവിടെ ഇല്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അവിടെ ഒരു IIM എന്നൊരു അക്കാഡമി ഉണ്ട്, അവിടെ എൻ്റെ പെങ്ങളുടെ കുട്ടിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ആ കോളേജ് ഇല്ല. ചോദിച്ചപ്പോൾ അതൊക്കെ എന്നോ പൂട്ടിപ്പോയി എന്ന് പറഞ്ഞു. അല്ല, ആ കോളേജല്ല, ഈ പറഞ്ഞ സ്ഥാപനം ഇല്ല, അതൊക്കെ എന്നോ പൂട്ടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ സംബന്ധിച്ചാൽ അവരുടെയൊക്കെ പ്രശ്നം എന്തായിരുന്നു, അവരുടെ ഫണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ വായിക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതായിരുന്നു എൻ്റെ ബിസിനസ്സിൻ്റെ ആണിക്കല്ല്. അത് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ എന്ത് വേണം, ഇവിടെ നന്നായിട്ട് വായിക്കാനുള്ള ഒരു മനസ്സ്, വായിക്കാനും പുതിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ വേണം. അത് എനിക്കുള്ളതുകൊണ്ട് ഞാൻ മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ കേരളത്തിനകത്ത് തന്നെ ഒരുപാട് ക്ലയൻസ് ഉണ്ട്. കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഗുജറാത്ത്, അഹമ്മദാബാദ്, പിന്നെ ആസാം, പഞ്ചാബ് ഈ ഏരിയകളിലേക്ക് ഒരുപാട് നോർത്ത് ഇന്ത്യൻ, ഹൈദരാബാദിൽ നിന്നൊക്കെ കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതുപോലെ GCC രാഷ്ട്രങ്ങളിൽ നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. അവർക്കൊക്കെ വേണ്ടി മൊത്തം റിസർച്ച് വർക്കുകൾ ഞാനാണ് ചെയ്തു കൊടുക്കുന്നത്. എഴുത്ത് പണികൾ മൊത്തം ഞാനാണ് ചെയ്തു കൊടുക്കുന്നത്.
അപ്പോൾ ഇത് നമുക്കൊരു പാഷൻ ഉണ്ടാവണം. നമുക്കൊരു ഉള്ളിലൊരു പാഷൻ ഉണ്ടാവും. എന്ത് ബിസിനസ് ചെയ്താലും നിങ്ങൾക്കതിൽ പാഷനേറ്റ് ആണോ അത് വിജയിക്കും. പാഷനേറ്റ് അല്ലാതെ നിങ്ങൾ പൈസ മാത്രം കണ്ടുകൊണ്ടാണോ ബിസിനസ് ഇറങ്ങിയത് അത് പരാജയപ്പെടും. ഇതാണ് അതിനുള്ള ലളിതമായ ഉത്തരം. ഓക്കെ. എൻ്റെ പേര് ഫാത്തിമ. ഞാൻ +1 സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ സയൻസ് മേഖലയിൽ ആണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ബയോ സയൻസ് എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു എയിമിലാണ് ഞാൻ പോണത്. പക്ഷേ ഈ ഒരു വെക്കേഷനിൽ എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സും കൂടി ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിപ്പോൾ MS ഓഫീസ് പഠിക്കണം. അപ്പോൾ ഞാനൊരു സോഷ്യൽ വർക്കിലും ഇറങ്ങിയ ആളാണ്. അതായത് ഇവിടെ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ സെൻറ്ററിൽ ഞാൻ ബ്ലേസ് കെയർത്തെ ഒരു SIP വളണ്ടിയറാണ്. അപ്പോൾ ഞാൻ അവിടെ ആദ്യമായിട്ട് പോയത് എനിക്ക് അവിടെ കുറേ കാര്യങ്ങൾ പഠിക്കണം വെച്ചിട്ടായിരുന്നു. കാരണം ഞാൻ മെഡിക്കൽ ഫീൽഡ് ആഗ്രഹിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഹോം കെയർ കാര്യങ്ങളിലോ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പഠിക്കാൻ പറ്റുമല്ലോ വെച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ പിന്നീട് അവിടെ എത്തിയപ്പോഴൊക്കെ മനസ്സിലായത് ഇത് എൻ്റെ ഒരു കടമയാണ്, ഞാൻ ചെയ്യണം. കാരണം ഞാൻ എല്ലാ ഒരു അനുഗ്രഹത്തോടെയാണ് ഞാൻ അവിടെ ദൈവം എന്നെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യേണ്ട എൻ്റെ ഒരു കടമയില്ല. അവിടെ പോയി ഫസ്റ്റ് ഞാനത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും നെട്ടിപ്പോയി. പക്ഷെ ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അവിടെ പോയത്, എനിക്ക് പഠിക്കണം വെച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഇപ്പോൾ അത് എൻ്റെ ഒരു കടമാക്കി മാറ്റിയിട്ടാണ് ഞാൻ ചെയ്യണത്. ഇപ്പോൾ ഞാനതിൽ വളർന്നുകൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ ഒരു നെക്സ്റ്റ് ഈ സൺഡേ സൺഡേയിൽ ഒരു 5 പേർക്ക് ഈ കെയറിന് ഇൻവിറ്റേഷൻ ഉള്ളു. അതിൽ ഇന്നെ മാത്രം അവർ ഫസ്റ്റ് ഇന്നെയാണ് അവർ സെലക്ട് ചെയ്ത്. അപ്പോൾ അതിൽ ഒരുപാട് വളർന്നതെന്ന് ഞാൻ ചിന്തിക്കണം. അപ്പോൾ കാരണം ആ ഒരു 5 പേരിൽ എനിക്ക് കിട്ടിയല്ലോ ഒരു ചാൻസ്. ട്രെയിനിങ് ക്ലാസ്സാണ്, അതിന് എനിക്ക് ചാൻസ് കിട്ടി. കഴിഞ്ഞ വീക്കെൻഡിൽ ഉണ്ടായിരുന്നതിന് എനിക്ക് ചാൻസ് കിട്ടി. അപ്പോൾ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് ഞാൻ അവിടെ പോവും, അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സന്ദർശിക്കും, അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. പിന്നെ ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കമ്പ്യൂട്ടർ സെക്ഷനിൽ വന്നാൽ അതിൻ്റെ ഒരു മെഡിക്കൽ ഫീൽഡിനെ ബാധിക്കുമോ? കാരണം ഞാൻ അതിനോടല്ല ആഗ്രഹിക്കണം. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറും കൂടി പഠിച്ചാൽ എനിക്കത് ഇല്ലാതാവുമോ? കാരണം ഞാൻ അതിനോടിപ്പോൾ തീരെ ഒരു മെഡിക്കൽ ഫീൽഡ് ഇപ്പോൾ ഈ ഒരു വെക്കേഷനിൽ ഞാൻ ചിന്തിക്കണില്ല. ഞാൻ എൻ്റെ സ്കൂൾ പരമായിട്ട് റെക്കോർഡ് മാത്രം എഴുതി പോവുകയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കമ്പ്യൂട്ടർക്ക് വന്നാൽ ഞാൻ ആ ചെയ്യണ കാര്യമൊക്കെ പോകും. എൻ്റെ മൈൻഡിൽ നിന്നൊക്കെ നല്ല പേടിയുണ്ട്. കാരണം ഇവിടെ വരുമ്പോൾ എനിക്ക് അവിടേക്ക് പോവാൻ അത്രയ്ക്ക് ടൈം കിട്ടണില്ല. ഒരു സൺഡേ മാത്രമേ പോകാൻ പറ്റുള്ളൂ, ഇവിടെ ക്ലാസ്സില്ല. അപ്പോൾ എനിക്കത് പോകുമെന്ന് നല്ല ഒരു നല്ല സങ്കടമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംശയമാണ്. അപ്പോൾ അതിനുള്ളൊരു ആൻസർ എന്താ സാറ് പറയുകയാണെങ്കിൽ? ടെക്നോളജി എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ഹാൻഡി ആയിട്ട് നമ്മളെ കൂടുതൽ ആയാസം കുറച്ച് തരുന്ന ഒരു എക്യുപ്മെൻ്റ് ആയിട്ട് മാറും. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾ പഠിക്കുമ്പോൾ അത് നിങ്ങൾ വേർപെട്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. കാരണം നിങ്ങളുടെ മെഡിക്കൽ ഫീൽഡിലായാലും ഇപ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഫീൽഡിലായാലും ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള സംഭവമാണ് കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ വിട്ടു. കമ്പ്യൂട്ടർ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു MS ഓഫീസ് പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊക്കെ എപ്പോഴും പറയാറുള്ളതാണ് MS ഓഫീസ്, MS എക്സൽ, MS പവർ പോയിന്റ്, ഈ 3ഉം അറിയാത്ത ആളുകളെയാണ് ഇനിയുള്ള കാലത്ത് എന്തെന്ന് പറയുക, നിരക്ഷരർ എന്ന് വിശേഷിപ്പിക്കുക. അപ്പം നമ്മൾ എഴുത്തും വായനയും അറിയാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ പണ്ട് നിരക്ഷരർ എന്ന് പറയുക. കുറേ ആൾക്കാരെ കൊണ്ട് പേര് എഴുതി ഒപ്പിടിക്കാൻ പഠിപ്പിച്ച് എന്ത് ചെയ്തു, കേരളം സാക്ഷര കേരളമായി മാറി. പക്ഷേ ഇപ്പോൾ കോർപ്പറേറ്റ് ലൈഫിൽ പോയി കഴിഞ്ഞാൽ വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഈ 3ഉം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ യാതൊരു വിലയും ഉണ്ടാവില്ല. അത് നിങ്ങൾ എന്ത് ഫീൽഡ് ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ആ ഒരു കോഴ്സിന് വളരെയധികം പ്രസക്തി ഉണ്ട്. അത് ഒരുപാട് കാലത്തേക്ക്, ഇനി ഒരുപാട് കാലത്തേക്കുള്ള പ്രസക്തി ഉണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു അടിത്തറയാണ്. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ലെവലിലേക്ക് പോകണം. ഇപ്പോൾ AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റോബോട്ടിക്സ് പോലുള്ള പുതിയ പുതിയ കോഴ്സുകൾ. ഇപ്പോൾ സാറിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ സാറ് വെറും ഒരു കമ്പ്യൂട്ടർ സ്ഥാപനമായിട്ട് തുടങ്ങിയിട്ട് അവിടുന്ന് ഗ്രാജുവലി ഇവർ പറഞ്ഞിട്ട് ഒരുപാട് കോഴ്സുകളിലേക്ക് എത്തിയില്ലേ. എല്ലാ കോഴ്സിലും നമ്പർ 1 ആണ് താനും. സാറിന് അതിനുള്ള അവാർഡും അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ ഒരു വട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ആടിനെ കെട്ടിയിട്ട് ഒരു കുറ്റടിച്ച് കെട്ടിയെന്നായിരിക്കും, ആ ആട് ഇങ്ങനെ അവിടെ തന്നെ കിടന്ന് കറങ്ങിക്കൊള്ളുന്ന കാര്യമുണ്ടോ? ഇല്ല. അത് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ വിപുലീകരിച്ച് മുമ്പോട്ട് പോകണം. അപ്പം നമ്മൾ ഹോസ്പിറ്റാലിറ്റി മേഖല ആവട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലാവട്ടെ, സോഷ്യൽ സർവീസ് ആവട്ടെ, നിങ്ങൾ പറയുന്ന പോലെ രോഗീ പരിചരണമാവട്ടെ, പാവപ്പെട്ട ആലംബഹീനരായിട്ടുള്ള ആൾക്കാർക്ക് നമ്മളിത് കൊടുക്കുന്ന ഒരു സർവീസ് ആവട്ടെ, എന്തുമാവട്ടെ, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്നോളജിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്, ഇവിടെ പഠിച്ച സാറാണ് റെക്കമെൻഡ് ചെയ്തത്. ഒരു കുട്ടീനെ എനിക്ക് സനൂബിയ എന്ന പേരിലൊരു കുട്ടിനെ എനിക്ക് സാർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓഫീസിൽ ആ കുട്ടി ഏകദേശം 1 വർഷത്തോളം എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെയാണ് അറിഞ്ഞത് അവിടെ പഠിച്ചു പോകുന്ന ഓരോ കാര്യങ്ങളും ആ കുട്ടി ഇവിടെ 1-2 സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു കരുണ എന്നായിട്ട് ഈ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഈ മാനസിക നമ്മളെ എന്താ പറയുക ഈ സെറിബ്രൽ പാൾസി പോലത്തുള്ള അസുഖങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ,
ആ കുട്ടികളുടെ ഒരു ഹോസ്പിറ്റലിൽ ആ കുട്ടി വളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കിൻഷിപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ കുട്ടി വളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് ഈ പഠിച്ചു പോകുന്ന ഓരോ കാര്യങ്ങളും ആ കുട്ടി അവിടെ പോയിട്ട് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കും. ആ കുട്ടി എന്താ ചെയ്യുന്നറിയോ, നേരെ അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത്, അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെ ഓർഫനേജ് ഉണ്ട്, ഇവിടെ എത്ര കുട്ടികളുണ്ട്, ഇവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആ ഓർഫനേജിൻ്റെ പരസ്യം ആ കുട്ടി എന്ത് ചെയ്യാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് അവർക്ക് ഫണ്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ആ കുട്ടി ചെയ്യാണ്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ പഠിക്കാൻ ഞാൻ വരുന്നുണ്ട്, അതെനിക്ക് വേസ്റ്റ് ആവുമോ അല്ലെങ്കിൽ എൻ്റെ ആ സൈഡ് എനിക്ക് കൊളാപ്സ് ആവുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമായ രീതിയിൽ കൃത്യമായ അനുപാതത്തിൽ ഇതിനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. കൃത്യമായൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചോറ് കഴിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ, അതിൽ ചോറ് അതിലേക്ക് ഇത്ര കറി ഒഴിക്കാം അല്ലേ, ഇത്ര എന്താണ് ഉപ്പിടാം, ഇതില്ലെങ്കിൽ ഇത്ര ഉപ്പേരി ഉപയോഗിക്കാം, ഇത്ര അച്ചാർ എന്നൊക്കെ നമുക്ക് കണക്കുണ്ട് അല്ലേ. കൃത്യമായ അതൊരു ബ്ലെൻഡിങ് കൃത്യമാകുമ്പോഴാണ് എന്ത് സംഭവിക്കുക, അതൊരു നല്ലൊരു വിഭവസമൃദ്ധമായിട്ടുള്ളൊരു ഊണായിട്ട് മാറുക. എന്ന് പറയുന്ന പോലെ ഒന്നും ഒഴിവാക്കിയിട്ട് ഒന്നും പറ്റില്ല. ഇപ്പോൾ ഞാനൊരിക്കലും പറയില്ല മോളെ അത് നീ കമ്പ്യൂട്ടറിൽ ശ്രദ്ധിക്ക്, നീ അവിടെ ഒഴിവാക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അതും വേണം, അത് വേണം. നിങ്ങളെപ്പോലത്തെ കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ നാട്ടിൽ മഴ പെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും നല്ല മനുഷ്യരുണ്ടാകുമ്പോഴാണ് ആ നാട്ടിൽ നന്മ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അത് വേണം. അതേസമയം ഇവിടെ പഠിക്കും, ഇതും നിർബന്ധമാണ്. ഇതിനെ രണ്ടിനും കൃത്യമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു കഴിയുമ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും വലിയ വിജയങ്ങളുണ്ടാകും. നമുക്ക് ഇവിടെയും വിജയിക്കാൻ പറ്റും, അവിടെയും വിജയിക്കാൻ പറ്റും. ഇപ്പോൾ ഈ സനൂപിനെ ഞാനും സനൂപിയും കൂടി പോകുമ്പോൾ എന്നെക്കാളും റെസ്പെക്റ്റാണ് ആ കിൻഷിപ്പിന്റെ ഡയറക്ടർ സനൂപിക്ക് കൊടുക്കുന്നത്. എന്താ സംഭവം, ആ സ്ഥാപനത്തിന്റെ തലവര മാറ്റാൻ കാര്യമായൊരു പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് അവൾ. പിന്നെ അവൾ പറയാണ് ഞാനിവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ സാർ എന്നെ പഠിപ്പിച്ചാന്ന് പറയുമ്പോഴാണ് അവൾ ഓക്കെ അതെ അങ്ങനെയാണോ എന്ന് വെച്ചിട്ട് അവർ ആ റെസ്പെക്റ്റ് നമുക്ക് തരുന്നത്. അപ്പം ഞാനീ പറഞ്ഞ പോലെ ടെക്നോളജിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം എങ്ങനെ നിങ്ങൾ ആ പറഞ്ഞ ആതുര സേവന മേഖലയിലേക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് നിങ്ങൾ കൃത്യമായി ചിന്തിക്കുകയും അത് കറക്റ്റ് പ്രയോഗിക്കുകയും ചെയ്താൽ യു വിൽ ബി ഹാപ്പി. ഓക്കെ, ഞാൻ പറഞ്ഞ ആൻസർ ഓക്കെയാണോ, സാറ്റിസ്ഫൈബിൾ ആണോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സെൻറ്ററിൽ ഞങ്ങൾ ഒരു ലൈബ്രറി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് ബുക്കുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഏറ്റവും നല്ല ബുക്സായി ഒരു പാലിയേറ്റീവ് സെൻ്ററല്ലേ, അപ്പോൾ അവിടെ വരുന്ന ഒരുപാട് പേഷ്യൻസാണ്. അപ്പോൾ അവർക്ക് എങ്ങനത്തെ ബുക്കിനോടാവും താല്പര്യം അതൊന്ന് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ ഒരു രീതിയിൽ ഇനി അവിടെ ബുക്കുകൾ റെക്കമെൻഡ് ചെയ്യും. ഞാൻ അവിടെ പോയി സാറെ കാര്യം അവിടെ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ അവിടെ സാറെ വിളിക്കും, അവരുമായി സംസാരിക്കാൻ. അപ്പോൾ സാറ് വരണം, അതും കൂടി ഞാൻ അവിടെ പറയും. ജീവിതത്തിൽ ശുഭപ്രതീക്ഷ തരുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതുപോലത്തെ അവസ്ഥയിൽ നിന്ന് ലൈഫിൽ കയറി വന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ അവിടെയുള്ള പാലിയേറ്റീവിലൊക്കെ ഉള്ള ആൾക്കാരെ പോലെ ക്യാൻസറിനെ അതിജീവിച്ച് വന്ന ആൾക്കാർ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സിനിമ നടൻ ഇന്നസെൻറ്റിൻ്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്നൊരു പുസ്തകമുണ്ട്, വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ക്യാൻസർ ഉള്ള ഒരാൾ ആ ബുക്ക് വായിക്കുമ്പോൾ അയാൾക്കൊരു പ്രതീക്ഷ തോന്നും, ഇങ്ങനെയൊക്കെ ഉണ്ടോ ലൈഫിൽ, നമുക്ക് ഇങ്ങനെയും കാണാൻ പറ്റുമോ എന്നൊരു തോന്നൽ വരും. അയാൾ ക്യാൻസറിനെ നോക്കി കുഞ്ഞനം കാറ്റിയ ഒരാളാണ് ആര്, ഇന്നസെൻറ്റ്. അപ്പോൾ അതുപോലെ ഒരുപാട് മോട്ടിവേഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. നമുക്ക് ചുറ്റും നമ്മൾ കണ്ട ഒരുപാട് ജീവിതങ്ങൾ. ഇപ്പോൾ നമ്മുടെ ക്യാൻസറിനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നല്ലോ, നല്ല പുസ്തകം, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമായിരുന്നു അത്. എന്തോ അറിയാത്ത ജീവിതങ്ങളോ എന്തോ പറഞ്ഞിട്ട് അറിയപ്പെടാത്ത ജീവിതങ്ങൾ എന്നൊരു പുസ്തകം. അങ്ങനെ ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല സംഭവങ്ങളാണ്, അതൊക്കെ പ്രതീക്ഷ തരുന്ന പുസ്തകങ്ങളാണ്. അതുപോലെ ശുഭപ്രതീക്ഷ തരുന്നപ്പോൾ ഞാനിപ്പോൾ സാറ് ഇപ്പോൾ പറഞ്ഞ എൻ്റെ പുസ്തകം ഉയരാമെന്ന് പറഞ്ഞ പുസ്തകം, അത് ഇതേപോലെ ലൈഫിൽ അസുഖങ്ങൾ കൊണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും തോറ്റുപോയ ആൾക്കാരെ തിരിച്ച് കരകയറിയ ചരിത്രമാണ് അതിലുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ഈ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ചുറ്റും കിട്ടും. ഇപ്പോൾ നമ്മൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഏറ്റവും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് കത്തിക്കേറി വന്ന് അവർക്കൊരു പ്രതീക്ഷയുടെ തീപ്പൊരി കൊടുക്കുന്ന ചില പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വായിക്കാൻ കൊടുക്കുക, വളരെ പോസിറ്റീവായിട്ട്. ഈ കഥ, നോവല്, വെട്ടുകുത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് ശുഭപ്രതീക്ഷ തരുന്ന ജീവിതത്തിലേക്കുള്ള പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്കോട് കൂടി നോക്കി കാണാൻ പ്രേരിപ്പിക്കുന്ന നല്ല പുസ്തകങ്ങൾ അവിടെ കൊടുന്ന് വെക്കുക, അതവരെ കൊണ്ട് വായിപ്പിക്കുക. അതുപോലെ തന്നെ അവരെ പേഴ്സണലി വായിക്കുന്നതിനപ്പുറത്തായിട്ട് ഒരാൾ വായിച്ചു കൊടുത്തിട്ട് ഒരാൾ ചുറ്റും കേൾക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യുക. ഇപ്പം ഞാൻ ആ സംഭവം നമ്മുടെ ഇവിടെ വെട്ടം VRCയിൽ ഞാനത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് ചെറിയ സംഭവമായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു പുസ്തകമോ ഒരു ലേഖനമോ ഒരാൾ വായിക്കുക ബാക്കിയുള്ളവർ കേട്ടിരിക്കുക, പിന്നെ എല്ലാവരും ചർച്ച ചെയ്യുക. ഇതുപോലത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഈവൻ ക്യാമ്പസുകളിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ സക്സസ് സ്റ്റോറീസ് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സംഗതികൾ. അപ്പോൾ ഇതിനൊക്കെ ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് സംരംഭവും നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും. അതൊരു NGO ആവട്ടെ,
ഇതുപോലുള്ള ഓർഗനൈസേഷൻസ് ആവട്ടെ, ഒരു ബിസിനസ് സ്ഥാപനമാവട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനമാവട്ടെ, എന്താവട്ടെ, ഇവിടെയൊക്കെ ഇതുപോലുള്ള നല്ല സംരംഭങ്ങൾ കൊണ്ടു വന്നിട്ട് ഓക്കെ ജീവിതത്തിന് വേറൊരു പരിചയമുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒന്നല്ല ലൈഫ്. ജീവിതം എന്ന് എപ്പോഴും നെഗറ്റിവിറ്റി മാത്രമല്ല, ഒരുപാട് പോസിറ്റിവിറ്റികൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യണം. വളരെ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമാണ്. നമ്മളൊന്നുമല്ല, ചെറിയൊരു ഇടവേള. ഓക്കെ, ലൈഫ് ഈസ് ദ സി ബിറ്റ്വീൻ ബി ആൻഡ് ഡി എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലൈഫ് ഈസ് ദ സി. ലൈഫ് ഈസ് ദ സി ബിറ്റ്വീൻ ബി ആൻഡ് ഡി എന്ന് പറയും. ഇവിടെ ബി എന്താണെന്നറിയോ? ബി ബർത്ത് ആണ്, ബർത്ത്, ജനനം. ഓക്കെ, ഡി എന്താണെന്നറിയോ? ഡെത്ത്, മരണം. ഇടയ്ക്കുള്ള സി എന്താണെന്നറിയോ? ചോയ്സസ്. ചോയ്സസ് എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിനും മരണത്തിനും, ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഈ കാലയളവിൽ നമ്മൾ എടുക്കുന്ന ചോയ്സുകളാണ് നമ്മളെ തീരുമാനിക്കുന്നത്. ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ ദേഷ്യപ്പെടണോ, കലിതുള്ളണോ, ക്ഷമ പാലിക്കണോ, സംയമനം പാലിക്കണോ എന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സാണ്. ദേഷ്യപ്പെട്ടാണ്ടാവുന്ന ഒരു റിസൾട്ട് വേറെ ആയിരിക്കും, ക്ഷമയോടെ സംയമനത്തോടെ സമീപിച്ചാൽ റിസൾട്ട് വേറെ ആയിരിക്കും, അല്ലേ? ഇപ്പോൾ അവർ സംസാരിച്ചു, ഒച്ചയും ബഹളം ഉണ്ടാക്കി. അപ്പം ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. ഉദാഹരണം പറഞ്ഞു കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അവരെന്താ ചിന്തിക്കുക? പിന്നെ ഇയാൾ ആരാപ്പത്? അവർ ഒച്ച കൂട്ടി ചെയ്യും, കുറച്ചും കൂടി ഉറക്കം ചെയ്യും. അപ്പം നേരെ പ്ലീസ് കുറച്ചൊന്ന് ശ്രദ്ധിക്കൂ എന്ന് പറയുമ്പോൾ ഓക്കെ, പാവല്ലേ, ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അവരെന്ത് ചെയ്യും? കുറച്ച് നേരം അവർ മിണ്ടാതിരിക്കും. ഇത് രണ്ട് ഓപ്ഷനാണ്, എനിക്ക് രണ്ടും സ്വീകരിക്കാം. നേരെ സമയം അവരോട് ഒച്ച ഉണ്ടാക്കിയിട്ട് ഞാൻ അവരെ വെറുപ്പിക്കണോ, അതല്ല അവരോട് ഇങ്ങനെ ക്ഷമയോടെ ചോദിച്ചിട്ട് ഒന്ന് സഹകരിക്കുമോ എന്ന് വെച്ചിട്ട് അവരെ സഹകരണം ഉറപ്പുവരുത്തണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മളെ ചോയ്സ്, നമ്മൾ എന്തെടുക്കുന്നു എന്നുള്ളത്. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നേരം വെളുത്താൽ നമുക്ക് അരമണിക്കൂർ സമയം വെറുതെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ വെറുതെ ഇൻസ്റ്റയിൽ റീൽസ് നോക്കി കളയണോ, അത് ഒരു പുസ്തകത്തിന് 2-3 പേജെങ്കിലും വായിച്ചിട്ട് നമ്മൾ ഇതുവരെ അറിയാത്ത എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം അറിയാൻ വേണ്ടി ശ്രമിക്കണോ? നമ്മൾ ദിവസവും ഒരു പുതിയൊരു കാര്യം അറിയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് 365 പുതിയ അറിവുകളാണ് നമ്മൾ നേടുന്നത്. അതേസമയം ദിവസവും ആ അരമണിക്കൂർ നമ്മൾ റീൽസ് കണ്ടു കളഞ്ഞാൽ ആ അരമണിക്കൂർ into 365 എത്രയോ വിലപ്പെട്ട മണിക്കൂറുകൾ നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ടാവും. സമയത്തിൻ്റെ വില നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള സ്റ്റീവ് സ്മിത്ത് എന്ന ഒരാൾക്ക് 30 സെക്കൻഡുകൾക്ക് മുമ്പ് ആ സന്ദേശം കിട്ടിയിരുന്നെങ്കിൽ ടൈറ്റാനിക് അപകടമേ ഉണ്ടാവില്ലായിരുന്നു. 30 സെക്കൻഡുകൾക്ക് മുമ്പ് ഒരു വിവരം കിട്ടുകയാണ്, നിങ്ങൾ പോകുന്ന പാത്തിൽ ആ വഴിയിൽ മഞ്ഞുമലയുണ്ട്, തിരിച്ചു വിട്ടോളൂ എന്നുള്ള സംഭവം കിട്ടിയിരുന്ന ആ ഇൻഫർമേഷൻ കിട്ടിയാൽ അയാൾ അപ്പോഴേ തിരിച്ചാൻ തുടങ്ങുമായിരുന്നു, കപ്പൽ തിരിച്ചു വിടുമായിരുന്നു. ആ മഞ്ഞുമലയിൽ പോയി ഇടിക്കാനുള്ള സാധ്യത പരമാവധി ഒഴിവായി പോകുമായിരുന്നു. 30 സെക്കൻഡ് വാല്യൂ ആണ് കോടികളുടെ നഷ്ടവും അത്രയും ആൾക്കാരുടെ ജീവനും എടുത്തത്. അപ്പോൾ സമയത്തിൻ്റെ വില അത്രയും പ്രധാനമാണ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അനിയന്മാരെ, അനിയത്തിമാരെ ഞാൻ പ്രത്യേകം പറയാണ്. കാരണം ഇതൊരു സാറ് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം വന്നിരിക്കുന്ന ഒരു സദസ്സായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു പ്രയോജനമില്ല. കാരണം ഇപ്പോൾ എന്നോട് ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എന്നോട് ചോദിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് 43 വയസ്സായി. ദൈവം എന്നോട് ചോദിക്കുകയാണ്, എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് പറയും, ഇപ്പോഴത്തെ ഇതേ പക്വതയോട് കൂടി ഈ പ്രായത്തിലേക്ക് എന്നെ തിരിച്ചെത്തിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഞാൻ ഇപ്പോൾ എനിക്കൊരു ബോധമുണ്ടല്ലോ, കാര്യബോധം ഉണ്ടല്ലോ, ഈ ഒരു ബോധത്തോട് കൂടി തന്നെ എന്നെ നിങ്ങളുടെയൊക്കെ പ്രായത്തിലേക്ക് ഒന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ ഒരു റിമോട്ട് കൺട്രോളിൻ്റെ കയ്യിൽ ഞാൻ റിവേഴ്സ് അടിച്ച് പോയിട്ട് എന്ത് ചെയ്യുക, ആദ്യം മുതൽ ഒന്നും കൂടി ജീവിക്കട്ടെ എന്ന് ഞാൻ ചോദിക്കും. കാരണം ഒരുപാട് തെറ്റുകൾ, ഒരുപാട് മിസ്റ്റേക്കുകൾ. എൻ്റെ കോളേജിൽ ഇതുപോലെ ഒരാളൊന്ന് സംസാരിക്കുമ്പോൾ ഞാനും കെയർലെസ് ആയിട്ട് ഏതാണ് ഇവൻ ഇത് ഇരുന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അവർ പറഞ്ഞ പല കാര്യങ്ങളും പിൽക്കാലത്ത് നമുക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എവിടെ നിന്നാണ് നമുക്കൊരു അറിവ് വീണ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക, നിങ്ങളുടെ ജീവിതവുമായിട്ട് കൂട്ടിച്ചേർക്കുക. അത് നന്നായിട്ട് വായിക്കുക മക്കളെ, നന്നായിട്ട് വായിക്കുക. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ദിവസവും ഒരു മണിക്കൂർ പറ്റില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളൊന്ന് വായിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. ഇപ്പോൾ ഞാൻ വായന പോട്ടെ, അതേപോലെ ഞാൻ എഴുത്തുകാരനാണെന്നുള്ളൊരു ബോധം എന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ വലിയ വലിയ ബുക്കൊക്കെ എഴുതുന്നു, അതിൽ വലിയ വലിയ ഫിലോസഫിയൊക്കെ ഞാൻ പറയുന്നു, നിങ്ങൾ അങ്ങനെ ജീവിക്കൂ ഇങ്ങനെ ജീവിക്കൂ എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പോയി ക്ലാസ് എടുക്കുന്നു, വീഡിയോ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്ത ബോധം വരികയാണ്. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ ആൾക്കാരോട് ദേഷ്യപ്പെടുമായിരുന്നു, വായി തോന്നിയൊക്കെ വിളിച്ചു പറയുമായിരുന്നു. ഇപ്പോൾ റോട്ടിൽ കൂടെ പോവുകയാണ്,
ഒരാൾ വട്ടം ചാടിയും ധരിക്കുക, ഒരു കാരണവർ വട്ടം ചാടിയാൽ അയാളുടെ പ്രായം പോലും നോക്കാണ്ട് എവിടെയൊക്കെയാണ് പോണത് കളവാ എന്നൊക്കെ പറഞ്ഞോടൊക്കെ പോണ സ്വഭാവം പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ശരിയല്ല, ഇപ്പം എല്ലാവരും എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട്. അയാൾ മറ്റേ യൂട്യൂബിൽ ഒന്ന് വലിയ പ്രസംഗിക്കുന്ന ആളാണ്, ഇപ്പോൾ അയാളുടെ സംസാരം കണ്ടില്ലേ, അല്ലെങ്കിൽ അത് അയാൾ മറ്റേ കോളേജിൽ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്, അയാൾ കാട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനെ വാച്ച് ചെയ്തിട്ട് ഞാൻ കാട്ടുന്നത് കണ്ടാൽ ഞാൻ അവനൊരു റോൾ മോഡൽ ബാഡ് എക്സാമ്പിൾ ആവാൻ പാടില്ല എന്ന് ചിന്തിക്കുകയും സ്വയം തിരുത്താനും ആദ്യം മോശമായി പ്രതികരിച്ചിരുന്ന സാഹചര്യങ്ങളിൽ കുറച്ച് മാറ്റം വരുത്തി ഇപ്പോൾ നന്നാക്കി നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഉള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ എഴുത്തും വായനയും ഒരേ സമയം നിങ്ങളെ വിമലീകരിക്കുകയും നിങ്ങളെ നന്നായിട്ടൊരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയും നിങ്ങൾക്കൊരു പുതിയൊരു കാഴ്ചപ്പാട് ജീവിതത്തിനെക്കുറിച്ച് തരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് എന്തെന്ന്, ഞാൻ വായിച്ചാൽ ആ സമയം വേസ്റ്റാണ്, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇതിനപ്പോൾ വായിച്ച സമയങ്ങൾ ആർക്കാരൊക്കെ സമയം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. സമയം ഉണ്ടാക്കി വായിക്കണം. നല്ല പുസ്തകങ്ങൾ, ഈ ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരുടെയൊക്കെ ആത്മകഥകൾ, അവരുടെ ജീവചരിത്രങ്ങളൊക്കെ തെരഞ്ഞു പിടിച്ച് വായിക്കുക. ഒരുപാട് നല്ല മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ സജസ്റ്റ് ചെയ്യുന്നപ്പോൾ നമ്മളെ മെട്രോമാൻ ഈ ശ്രീധരൻ സാറ് ആത്മകഥ, MA യൂസഫലിൻ്റെ ആത്മകഥ, അതേപോലെ കൊച്ചൗസ് ചിറ്റപ്പള്ളി സാറിൻ്റെ ആത്മകഥ, ഇതൊക്കെ നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ തിരഞ്ഞു പിടിച്ച് വായിക്കുക. വായന നിർബന്ധമാണ്. ഇപ്പോൾ സാറിന് ഏകദേശം 2 മണിക്കൂർ ഇവിടെ സംസാരിച്ചെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കണ പോലെ സബ്ജക്റ്റ് അല്ല, പല വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. അത് വരണമെങ്കിൽ വായിക്കണം, നമ്മൾ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇൻ്റർവ്യൂ മേഖലകളിലും അനുബന്ധമായ തൊഴിൽ മേഖലയിലേക്ക് പോകുമ്പോഴും നമുക്ക് സംസാരിക്കാൻ അറിയണം. അത് വായിച്ചാലേ വേർഡ്സ് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ തന്നെ നിങ്ങളെ ഇങ്ങനൊരു വേദിയിലേക്ക് സാറെ കൊണ്ടുവരുന്നു, നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എൻ്റെ ഒരു ഇടൺ അജണ്ട പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല മാറ്റങ്ങൾ വരാൻ വേണ്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റ് പഠിച്ചിട്ട് മാത്രം പോയാൽ മതിയല്ലോ. ഞാൻ ഏകദേശം 2001-2002 തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ എനിക്ക് എവിടെ പോയാലും എന്നെ അറിയുന്ന ആളുകൾ എവിടെയുണ്ട്, സാർ ഞാൻ അവിടെ പഠിച്ചിരുന്നു, അങ്ങോട്ട് കുറേ പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആളിവിടെ വന്നിട്ട് ഇവിടെ ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു വേറെ സ്ഥാപനം ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്കറിയാം പല മേഖലയിലും നമ്മുടെ കോളേജിൻ്റെ സർട്ടിഫിക്കേഷൻ പ്ലസ് കണ്ടന്റ് ഫുള്ളായി കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഏകദേശം 60 ആളുകൾക്കാണ് അടുത്ത സെഷൻ ട്രെയിനിങ് വരാൻ പോകുന്നത്. ഒരു സ്റ്റെബിലിറ്റി, സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായി ഏണിങ്സ് വേണം എന്നുള്ള അർത്ഥത്തിലാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, സ്ട്രഗിളിങ് വരുമ്പോൾ നിർത്തും, മതി ജീവിതം ഇത് മതി. ഇതിനെ അതിജീവിച്ചുകൊണ്ട് അടുത്ത സ്റ്റേജിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. സ്റ്റെബിലിറ്റി ഞാനെല്ലാം ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടണം. അത് കിട്ടുമ്പോൾ സ്വന്തമായി ക്യാഷ് കിട്ടുമ്പോൾ സംഭവമുണ്ട്, സെക്കൻഡ് സ്റ്റേജാണ്. അതിൽ നിർത്തേണ്ടത്, അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ട് അടുത്ത സ്റ്റേജാണ് സക്സസ് എന്ന് പറയുന്നത്. എല്ലായിടത്തും പറഞ്ഞ സംഭവമാണ് സക്സസ്. അതിലേക്ക് എത്തണം.